അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബിഹിൽ ഫായിസീന ബിദിലല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം വബാരിക് അലാ മുഹമ്മദിൻ വ അലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീമ വ അലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. റബ്ബി ഇശ്റഹ് ലി സുദ്രി വയസ്സിർ ലി അംരി. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ, ബഹുമാന്യരായ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് റബ്ബേറെ ഇഷ്ടപ്പെടുന്ന ഒരു കുടുംബ സംഗമത്തിൽ പങ്കെടുക്കാനും അതുവഴി അള്ളാഹുവിൻ്റെ സ്വർഗം ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളൊക്കെ ഇവിടെ ഒരുമിച്ച് കൂടിയത്. എന്തിനാണ് ഇത്തരത്തിലുള്ള കുടുംബ ക്ലാസുകളും മതപ്രഭാഷണങ്ങളും എന്ന ചോദ്യത്തിന് ഇതൊക്കെ ആരെയെങ്കിലും കാണിച്ച് ഭയപ്പെടുത്താനോ രാഷ്ട്രീയപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ സമുദായത്തിൻ്റെ താക്കോൽ സ്ഥാനത്ത് ഞങ്ങളാണ് എന്നാരെയെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയോ അല്ല ഇക്കാലം വരെ മുജാഹിദ് പ്രസ്ഥാനം ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാറുള്ളത്. മറിച്ച് ഒരേ ഒരു ലക്ഷ്യം, ഇന്നല്ലെങ്കിൽ നാളെ നമ്മളൊക്കെ ഇവിടം വിട്ടുപോകും. ലോകം ഇത്രയേറെ പുരോഗമിച്ചിട്ടുണ്ടെങ്കിലും ഓരോരുത്തരുടെ കൈകളിൽ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് പണമുണ്ടെങ്കിലും റബ്ബ് നിശ്ചയിച്ച സമയം, റബ്ബ് നിശ്ചയിച്ച രീതി അത് മാറ്റാനോ തിരുത്താനോ ലോകത്തിന്നുവരെ ഒരാൾക്കും സാധിച്ചിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ റബ്ബിൻ്റെ ഒരു തീരുമാനം നമുക്കുണ്ടായ അനുഗ്രഹങ്ങളെ കൊണ്ട് മാറ്റാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല സങ്കടപ്പെടുത്തുന്ന മരണവാർത്തകളും നമ്മൾ കേൾക്കേണ്ടി വരില്ലായിരുന്നു. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് കരിപ്പൂര് വിമാനത്താവളത്തിൽ ഒരു മരണം സംഭവിക്കുകയുണ്ടായി. 2000 തൻ്റെ വാപ്പയുടെ പേരിലുള്ള കടബാധ്യതയും വീട് ജപ്തി ചെയ്യപ്പെടും എന്ന ഭയപ്പാടോടുകൂടി അതുവരെ നാട്ടിൽ ചെറിയ ഓട്ടോറിക്ഷകളിൽ പഴവർഗ്ഗങ്ങൾ കൊണ്ടുപോയി വിറ്റിരുന്ന ഒരു ചെറുപ്പക്കാരൻ പ്രവാസ ലോകത്തേക്ക് വിമാനം കയറി. ആ ചെറുപ്പക്കാരൻ്റെ മനസ്സിലുള്ള ആകെയുള്ള സ്വപ്നം വാപ്പാന്റെ പേരിലുള്ള കടം വീട്ടണം, തൻ്റെ കുടുംബം വീട് നഷ്ടപ്പെടാതെ നോക്കണം എന്നൊരൊറ്റ ലക്ഷ്യം മാത്രം. 5 വർഷത്തെ പ്രവാസ ലോകത്തെ ജീവിതത്തിന് ശേഷം ഇക്കഴിഞ്ഞ
2 മാസങ്ങൾക്ക് മുൻപ് കുടുംബക്കാരും കൂട്ടുകാരെല്ലാവരും കൂടി അദ്ദേഹത്തെ നിർബന്ധിച്ചു, ഒന്ന് നാട്ടിൽ പോയി വന്നോ, 5 വർഷമായില്ലേ, നാട്ടിൽ എനക്കൊരു ഭാര്യയല്ലേ, 2 ചെറിയ മക്കളില്ലേ, അവരെയൊക്കെ നിനക്ക് കാണണ്ടേ എന്ന നിർബന്ധത്തിന് വഴങ്ങി കൂട്ടുകാരും റൂമുകാരും കെട്ടിക്കൊടുക്കുന്ന പെട്ടിയുമായി അദ്ദേഹം നാട്ടിലേക്ക് വിമാനം കയറി. വിമാനം കയറുന്നതിന്റെ തൊട്ടു മുൻപ് അദ്ദേഹം നാട്ടിലേക്ക് വിളിച്ചു പറഞ്ഞത്, വാപ്പ, ഉമ്മ, ഭാര്യ, 2 മക്കള് എല്ലാവരും കരിപ്പൂര് വിമാനത്താവളത്തിൽ വരണം. പുലർച്ചെ 4:45 മണിക്ക് തന്നെ ആ കുടുംബം എയർപോർട്ടിലെത്തി. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പം തൊട്ടടുത്ത് നിൽക്കുന്ന ആളോട് ഇദ്ദേഹം എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, നമ്മൾ കരിപ്പൂരെത്തിയില്ലേ, എത്തി എന്ന അടുത്തുള്ളവൻ പറഞ്ഞപ്പോ അൽഹംദുലില്ലാ എന്നും പറഞ്ഞ ആ സീറ്റിലേക്ക് ചാരിക്കടന്നു. മിനിറ്റുകൾക്കപ്പുറം ആ വിമാനത്താവളത്തിലുള്ള 142 യാത്രക്കാരും പുറത്തേക്ക് പോയി. അവരുടേതായ എല്ലാ എമിഗ്രേഷൻസും കഴിഞ്ഞ് ഓരോരുത്തരും അവരുടെ പെട്ടിയുമായി ട്രോളിയുന്തി പുറത്തേക്ക് വരുമ്പോ ആശയോടെ പ്രതീക്ഷയോടെ ആ ചെറുപ്പക്കാരന്റെ കുടുംബം പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. 5 കൊല്ലത്തിന്റെ വിരഹവേദനയുമായ ഒരു ഭാര്യ, ഉപ്പനെ കാണണം എന്നുള്ള പൂതി വെച്ച 2 പെൺകുട്ടികള്, വൃക്കരോഗിയായ ഒരു വാപ്പ, അങ്ങേയറ്റം ക്ഷീണിച്ചൊരുമ്മ. മിനിറ്റുകൾ മണിക്കൂറുകളായി കഴിഞ്ഞിട്ടും ആ വിമാനത്താവളത്തിന്റെ ഗേറ്റ് കടന്ന് എല്ലാവരും പുറത്തേക്ക് പോയി. വിമാനം ലാൻഡ് ചെയ്തു എന്ന് കേട്ടിട്ടും മകനെ കാണാതായപ്പോ ആ കുടുംബം അവിടെ നിന്ന് കരയാൻ തുടങ്ങി. പെട്ടെന്ന് അവിടെയുള്ള ഡ്രൈവർമാരും എയർപോർട്ടിലെ അധികൃതരും ഒക്കെ സംസാരിച്ചു. എയർപോർട്ടിന്റെ അകത്ത് നിന്നും പെട്ടെന്ന് ഉദ്യോഗസ്ഥന്മാര് പുറത്തേക്ക് വന്നു പറഞ്ഞു, നമുക്കൊന്ന് കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രി വരെ പോണം, പേടിക്കൊന്നും വേണ്ട. ആ കുടുംബം അവരുടെ കൂടെ കൊണ്ടോട്ടി താലൂക്ക് ആശുപത്രിന്റെ മുൻപിലെത്തിയപ്പോ ICUവിന്റെ മുൻപിൽ ഒരു സ്ട്രെച്ചറിൽ ജീൻസും കള്ളിക്കുപ്പാഴും ഇട്ട് തലഭാഗം വെളുത്ത ഒരു തുണി കൊണ്ട് പുതപ്പിച്ച് കടത്തിയ ഒരു മനുഷ്യനെ മുഖഭാഗത്ത് നിന്നും ആ ഒരു തുണി നീക്കിയിട്ട് അവര് ചോദിച്ചു, ഇതാണോ നിങ്ങളെ മോൻ? നിമിഷ നേരം കൊണ്ട് ആ മരിച്ചു കിടക്കുന്ന മകനെ കണ്ട് ആർത്ത് കരയുന്ന ഉമ്മയും തന്റെ മകന്റെ മയ്യത്ത് വാരിപ്പിടിച്ച വാപ്പ ചോദിച്ച ചോദ്യവും ഇന്നും അവിടെയുള്ള ഡോക്ടർമാരും അവിടെയുള്ള ഡ്രൈവർമാരും സങ്കടത്തോടെ പറയും, എന്തിനാ പടച്ചോൻ എങ്ങിന്റെ മോനെ കൊണ്ടുപോയത്? എന്തിനാ പടച്ചോൻ എങ്ങിന്റെ ആ സാധു മക്കളെ എത്തിമക്കളാക്കിയത്? എന്തിനാ റബ്ബെങ്ങ സാധു പെൺകുട്ടീനെ വിധവയാക്കിയത്? എനിക്കൊരാളെ മതിയായിരുന്നെങ്കിൽ ഞാനോ അല്ല എന്റെ ഓളോ അല്ലായിരുന്നോ? എന്തിനാ പടച്ചോൻ എന്റെ കുടുംബത്തിന്റെ സമാധാനം ഇല്ലാണ്ടാക്കിയത് എന്ന് നെഞ്ചുപൊട്ടി കരയുന്ന ഒരു വാപ്പയുടെ കരച്ചിലിന്റെ മറവിലൂടെ നമ്മളെയൊക്കെ പടച്ചോൻ അങ്ങ് കൊണ്ടുപോകും. അതിൽ അള്ളാഹുവിന് ലോകത്തൊരാളുടെ ശക്തിയെയും ഭയപ്പെടേണ്ടതില്ല. ലോകത്തൊരാളുടെ മനസ്സിന്റെ വേദനയോ വേവലാതിയോ റബ്ബ് പരിഗണിച്ചിട്ടുമില്ല. അതുകൊണ്ട് ആ മുൻകാലഘട്ടത്തിലുള്ള കവികളൊക്കെ അവരുടേതായ വാക്കുകളിലൂടെ മരണത്തിന്റെ അവസ്ഥയെക്കുറിച്ച് ഭംഗിയായി വിശദീകരിച്ചിട്ടുണ്ട്. ആ കവിതാശലകങ്ങളിലുള്ള ഒരു വചനം ഇങ്ങനെയായിരുന്നു, വലത്തുക ഉമ്മുക യബ്ന ആദമ ബാക്കിയ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ ഫഅമൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ വലത്തുക ഉമ്മുക യബ്ന ആദം, ആദമിന്റെ മക്കളെ, നിങ്ങളെ ഉമ്മ പ്രസവിച്ചത് ബാക്കിയ കരയുന്നവനായിക്കൊണ്ട അല്ലേ? ജനിച്ച ഉടനെ കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ ആശുപത്രി ഇങ്ങോട്ട് മൂകാവും. ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഇങ്ങനെ തിയേറ്ററിന്റെ ഉള്ളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്തേക്കൊക്കെ ഇങ്ങനെ ഓടും. ചില കാരണവന്മാരും വല്യമ്മമാരും ഒക്കെ വാതിലിന്റെ അടുത്ത് ലേബർ റൂമിന്റെ പുറത്തു നിട്ട് വയ്ക്കും. എന്തേ? നഴ്സുമാര് പതുക്കെ പറയും, കുട്ടീന്റെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ കുട്ടി മിണ്ടണില്ല, കുഞ്ഞം മിണ്ടുന്നില്ല. കാരണം കുട്ടി ഒന്ന് കരഞ്ഞാലേ കുട്ടി ആരോഗ്യവാനാന്ന് മനസ്സിലാവും. ആശുപത്രിക്കാരും കുടുംബക്കാരും ഒക്കെ ഇങ്ങനെ വെപ്രാളപ്പെട്ട് ഉമ്മാരും വാപ്പാരും ഒക്കെ ഇങ്ങനെ നെഞ്ചുപൊട്ടി നിൽക്കുമ്പോ കുട്ടി ആർത്ത് കരയുമ്പോ എല്ലാരുടെ മുഖത്തും വല്ലാത്തൊരു സമാധാന. എല്ലാവരും പുഞ്ചിരിച്ചോണ്ട് പടച്ചോനോട് ശുക്ർ പറയും. അതാണ് ആ കവി പറയുന്നതും, വന്നാസ് ഹൗലക യൽഹഖൂന സുറൂറാ.
നിന്റെ ചുറ്റുഭാഗത്തന്ന് കൂടി നിന്നവരൊക്കെ നിന്റെ കരച്ചിൽ കണ്ട് ചിരിച്ചവരാ. നമ്മളെ കരച്ചിൽ കണ്ട് കുടുംബക്കാര് ചിരിച്ചിട്ടുണ്ടേ നമ്മൾ ജനിച്ച അന്ന എങ്കിൽ ഫഅ്മൽ ബിനഫ്സിക ഇദാ തകുൻ ബകാ ഫി യൗമി മൗതിക ലാഹികൻ മസ്റൂറാ. നീ തുറന്ന നിന്റെ കണ്ണുകൾ നിനക്കടക്കാൻ പറ്റാത്തൊരു ദിനം വരും. നിന്റെ തുറന്നു പോയ വായ മറ്റൊരാൾ കൂട്ടിക്കെട്ടുന്നൊരു ദിനം വരും. നീ ധരിച്ച നിന്റെ വസ്ത്രത്തിന്റെ കുടുക്കുകൾ പോലും മറ്റൊരാൾ അയക്കേണ്ട ഒരു ദിനം വരും. നീ കുളിച്ച നിന്റെ ഒറ്റക്കുള്ള കുളിക്ക് പകരം 4-5 പേര് നിന്റെ ശരീരത്തിൽ വെള്ളമൊഴിക്കുന്ന ഒരു ദിനം വരും. നീ ഒറ്റയ്ക്ക് വിസർജിച്ചിരുന്ന നിന്റെ ബാത്റൂമിന് പകരം 5 പേർക്ക് നടുവിൽ ഇടത്തെ കയ്യിൽ ശീല ചുറ്റി വയറമർത്തി നിന്നെ കൊണ്ട് വിസർജിപ്പിക്കുന്ന ഒരു മയ്യത്ത് കെട്ടിൽ വരും. അന്ന് നിന്നെ സ്നേഹിക്കുന്ന സർവ്വ മനുഷ്യരും നിന്റെ ചുറ്റും കൂടി നിന്ന് നിന്നെ ഓർത്തവര് കണ്ണീര് സങ്കടമാകുമ്പോ അവർക്ക് നടുവിൽ സുരക്ഷിതനായി പുഞ്ചിരിച്ചുകൊണ്ട് ഒരു ബാധ്യതകളും പടച്ചോനോട് പറയാനില്ലാതെ നിനക്കെന്റെ റബ്ബിന്റെ അടുത്തേക്ക് തിരിച്ചു പോകണമെങ്കിൽ നിനക്ക് നീ അധ്വാനിക്കണം. എന്റെ വാപ്പ നല്ല മുജാഹിദായിരുന്നു, മുത്തഖിയായിരുന്നു. ഒരൊറ്റ സുബീസ്കാരം എന്റെ വാപ്പ ഒഴിവാക്കിയില്ല. നാട്ടിൽ ആര് ചോദിച്ചാലും 10-100 എന്റെ അപ്പ കൊടുക്കും. എന്റെ വീട്ടിൽ വന്ന എന്റെ അമ്മ ഒരു വെള്ളം കൊടുക്കാണ്ട് ഒരാളെ പറഞ്ഞേക്കലില്ല. നാട്ടുകാരൊക്കെ പറയായിരുന്നു എന്റെ അമ്മയുള്ള കാലത്ത് എന്റെ വീട്ടിക്ക് വന്ന എന്തെങ്കിലും അല്ലെങ്കിൽ വയറ് സങ്കടം കൊണ്ട് പട്ടിണി മാറ്റാൻ എന്തെങ്കിലും കിട്ടുമായിരുന്നു എന്ന കുളൂസ് എന്ന വലിയ വർത്താനം നിങ്ങൾക്കൊരു ഗുണം ഉണ്ടാക്കൂല. മറിച്ച് റബ്ബിന്റെ ഖബറിൽ നിനക്ക് സമാധാനത്തോടെ കിടക്കണോ, നിന്റെ അധ്വാനം കൊണ്ട് നീ പടച്ചോന്റെ അടുത്തേക്ക് എന്തെങ്കിലും സമ്പാദിക്കണം. അതുകൊണ്ടാ ഒരിക്കൽ മദീന പള്ളിയിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു സുബ്ഹി നിസ്കരിച്ച് ഇങ്ങനെ ഒറ്റക്ക് കരയാ. അദ്ദേഹത്തിന് കുത്തേൽക്കുന്നതിന്റെ ദിവസങ്ങൾക്ക് മുൻപാണ് ഈ ചരിത്രം. ഒറ്റക്ക് ഇങ്ങനെ കരയുന്ന ഉമറിന്റെ അരികിൽ ചെന്ന് എന്തിനാ ഉമറെ ഇത്ര സങ്കടം എന്ന് ചോദിക്കാൻ സഹാബാക്കൾക്ക് പേടിയുണ്ട്. എന്നാലും കൂട്ടത്തിലുള്ള ചില സഹാബാക്കൾ പതുക്കെ ഉമറിന്റെ അടുത്ത് നോക്കുമ്പോ തിളച്ചു മറയുന്ന ചട്ടിയിൽ നിന്ന് വെള്ളം ഇങ്ങനെ തിളയ്ക്കുന്ന ഒരു കുളുകുളു ശബ്ദം പോലെ സയ്യിദുനാ ഉമറിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുകൾ ഇങ്ങനെ ഒഴുകുക. ഉമറിന്റെ നെഞ്ചിന്റെ അകത്ത് ഇങ്ങനെ വെപ്രാളം ഉണ്ടാവുന്നുണ്ട്. സഹാബത്ത് ചോദിച്ചു, ഉമറേ എന്തിനാ അങ്ങനെ ഒരു സങ്കടം? താങ്കളോട് ആരോ അന്യായം ചെയ്തോ? നിങ്ങൾക്കെന്തോ അല്ലാത്ത വേദന ഉണ്ടായോ? ഉമർ ഇബ്നുൽ ഖത്താബ് എന്തോ പറയാൻ വേണ്ടി തിരിച്ചു വാ ഒന്ന് തുറന്നു. പറയാൻ കിട്ടാതെ അദ്ദേഹം കരഞ്ഞുപോയി. വീണ്ടും സഹാബാക്കൾ ചോദിച്ചു, ഉമറേ പറ, എന്തെങ്കിലും പറയാൻ പറ്റുന്നതാണ് ഞങ്ങൾ പരിഹാരം ഉണ്ടാക്കാം. ഉമർ ഇബ്നുൽ ഖത്താബ് തിരിച്ചു പറയുന്ന വാക്ക് കേൾക്കുന്നതിന്റെ മുൻപ് ആരാ ഉമർ എന്നൊന്ന് നമ്മളറിയണം. ഇസ്ലാമിക ഭരണമേറ്റെടുത്തതിന് ശേഷം വേഷം മാറി മക്കയിലെ മദീനയിലെ ഗ്രാമാന്തരങ്ങളിലൂടെ നടന്ന് ചുട്ടുപഴുത്ത മരുഭൂമിയിലെ മണൽത്തരികളെ വകവെക്കാതെ ഗോതമ്പ് ചാക്ക് തോളിലെടുത്ത് പാവപ്പെട്ടവന്റെ കുടിലുകളിൽ ഇട്ടേച്ചു പോന്ന ആരുമറിയാത്ത ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി. യൂഫ്രട്ടീസ് നദിയുടെ തീരത്തൊരൊട്ടക കുഞ്ഞങ്ങാനും വെള്ളം കിട്ടാതെ കരഞ്ഞാൽ എന്റെ ഭരണകാലത്താണ് ആ ഒട്ടകം കരയുന്നതെങ്കിൽ ആ കരച്ചിലിന് ഞാൻ റബ്ബിനോട് ഉത്തരം പറയേണ്ടി വരും എന്ന് വെപ്രാളപ്പെട്ട് കരഞ്ഞ സയ്യിദുനാ ഉമർ. ആരെങ്കിലും ഭക്ഷണം മോഷ്ടിച്ചാൽ മോഷ്ടിച്ചവന്റെ കൈയല്ല, ആ നാടിന്റെ ഭരണാധികാരിയുടെ കൈയായിരിക്കും ഞാൻ വെട്ടുക എന്ന് ലോകത്തുള്ള സർവ്വ മുസ്ലിമീങ്ങളോടും കൽപ്പന കൊടുത്ത സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. എനിക്ക് ശേഷം ഒരു പ്രവാചകനെ തെരഞ്ഞെടുക്കാൻ റബ്ബ് എന്നോട് കൽപ്പിക്കുമായിരുന്നുവെങ്കിൽ ഉമർ അല്ലാത്ത ഒരാളെയും ഞാൻ തെരഞ്ഞെടുക്കൂല എന്ന് ലോകത്തിന്റെ ഹബീബ നബി തങ്ങളെ കൊണ്ട് പറയിപ്പിച്ച സയ്യിദുനാ ഉമർ. എന്റെ ഉമറങ്ങാനും ഒരു വഴിയിലേക്ക് ഇറങ്ങിയാൽ ആ വഴിയിൽ പിന്നെ പിശാച് പോലും വരാൻ പേടിക്കും എന്ന് അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ട് പറയിപ്പിച്ച സയ്യിദുനാ ഉമർ. ജാതീയതയും വർഗീയതയും വർണ്ണവെറിയും മേൽജാതിയും കീഴ്ജാതിയും വളഞ്ഞു നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഒരിക്കൽ സയ്യിദുനാ ഉമറിന്റെ ഭരണ നേട്ടങ്ങളെ കുറിച്ച് വായിച്ചറിഞ്ഞ മഹാത്മാഗാന്ധി പറഞ്ഞു, ഇന്ത്യയിൽ ഒരു ഭരണം വേണമെങ്കിൽ അത് മുഹമ്മദിന്റെ അനുയായി ഉമറിന്റെ ഭരണമായിരിക്കണമെന്ന് ഇന്ത്യൻ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിജിയെ കൊണ്ട് പോലും പറയിപ്പിച്ച സയ്യിദുനാ. ആ സയ്യിദുനാ ഉമർ ഇങ്ങനെ കരയുന്നത് കണ്ടപ്പം സഹാബത്ത് ചോദിച്ചു, പറ ഉമറെ, എന്തിനാ അത്ര ബേജാറ്? ഉമർ റളിയല്ലാഹു അൻഹു വിങ്ങിപ്പൊട്ടിയിട്ട് സഹാബത്തിനോട് ചോദിച്ചു, സഹാബത്തെ,
അള്ളാന്റെ സ്വർഗത്തിൽ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള സ്ഥലം ഉമറിന് പടച്ചോൻ തരാതെ കളയുമോ എന്നെനിക്ക് പേടി തോന്നുന്നു. എന്റെ നമസ്കാരവും എന്റെ നോമ്പും എന്റെ ഇബാദത്തും കേവലം യാന്ത്രികമായൊരു അഭിനയമാണോ എന്നിന്റെ റബ്ബ് കണക്കാക്കി കളയോ എന്ന് എനിക്ക് പേടി തോന്നുന്നു. മുനാഫിക്കീങ്ങളുടെ കൂട്ടത്തിലെങ്ങാനും പടച്ച റബ്ബ് എന്നെ പെടുത്തുകയും കേവലം പ്രകടന പരതയ്ക്ക് വേണ്ടി ദീൻ സ്വീകരിക്കുകയും ഉള്ളിലൂടെ എല്ലാ അബദ്ധങ്ങളും എല്ലാ തോന്നിവാസങ്ങളും എല്ലാ മതത്തിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ജീവിക്കുന്ന ഒരു അകന്നാണോ എന്റെ അകം എന്നെനിക്ക് ഭയം തോന്നുന്നു. എന്റെ നമസ്കാരത്തിനും നോമ്പിനും പടച്ചോൻ സ്വർഗത്തിന്റെ ഒരു ചാട്ടവാറ് ചാരി വെക്കാനുള്ള ഇടം അതെങ്കിലും തന്നാ മതിയായിരുന്നു. അതെങ്കിലും കിട്ടുമെന്നുള്ള പേടി തോന്നുന്നു എനിക്ക് എന്ന്. പ്രിയപ്പെട്ടവരെ, ആരാ ഇത് പറയുന്നത്? ലോകം കണ്ട ഏറ്റവും നല്ല ഭരണാധികാരി ഉമറും ഫിൽ ജന്ന എന്ന് നബി തങ്ങളെ കൊണ്ട് പറയിപ്പിച്ച ഇസ്ലാമിക ലോകത്തെ സഹാബി. ആ പ്രവാചക സഹാബാക്കളൊക്കെ സ്വർഗത്തിന് വേണ്ടി അത്രമാത്രം കഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ കേൾക്കുന്ന ഇരിക്കുന്ന അവർക്ക് കൊടുക്കാത്ത പല അനുഗ്രഹങ്ങളും നമുക്ക് തന്ന നമ്മളെ റബ്ബിനോട് എന്തുണ്ട് പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ? ഒരു നല്ല വിശ്വാസമുണ്ടോ? ഒരു നല്ല കുടുംബമുണ്ടോ? ഒരു നല്ല സാമ്പത്തികമുണ്ടോ? ഒരു നല്ല സ്വഭാവമുണ്ടോ? ഇതിലേത് ചോദ്യത്തിനാ അള്ളാനോട് നമ്മളൊന്ന് മനസ്സോർന്ന് ഉത്തരം പറയാ? പ്രവാചകന്റെ കാലഘട്ടത്തിൽ നിന്നും ഈ കാലഘട്ടത്തിലേക്ക് മനുഷ്യനെത്തിയപ്പോ എത്രത്തോളം അനുഗ്രഹം അള്ള മനുഷ്യന് തന്നോ അത്രത്തോളം റബ്ബിനോട് നന്ദിയില്ലാത്തവരായി പലരും മാറി. ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിക്കുന്നവനും ആകാശ ലോകത്ത് നിന്ന് സൂര്യചന്ദ്രനെ നിയന്ത്രിക്കുന്നവനും ഭൂമിക്കടിയിലുള്ള മണ്ണിരകളെ വരെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനും ഒരു ധാന്യത്തിൽ നിന്ന് 100 കണക്കിന് ധാന്യങ്ങൾ ഉണ്ടാക്കി മനുഷ്യന്റെ വിശപ്പകറ്റുന്ന അതേ റബ്ബിനോട് ഏറ്റവും അനാദരവോടെ പെരുമാറുന്നവർ ആര് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരവുള്ളൂ: മനുഷ്യർ. അതാ റബ്ബ് തന്നെ ഓർമ്മപ്പെടുത്തിയതും ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദി കെട്ടവനാ. അത് റബ്ബ് പറയാനുള്ള കാരണം ഇന്നും നമുക്ക് പകല് പോലെ സത്യ അല്ലേ? ഏകനായ റബ്ബിന്റെ നേരെ കൈനീട്ടി ഇന്റെ റബ്ബേ ഇന്റെ കൂടെ ഉണ്ടല്ലോ എന്നൊരു സമാധാനപ്പെടേണ്ടതിന് പകരം കെട്ടുകഥകളിലൂടെയും നിർമ്മിത ബുദ്ധികളിലൂടെയും ബാലരമാ മംഗളത്തിലെ കഥകളിലൂടെയും മുസ്ലിം ഉമ്മത്തിനെ ജാറങ്ങളിലും മക്ബറകളിലേക്കും അതിനേക്കാൾ അന്ധവിശ്വാസത്തിലേക്കും തള്ളിവിടുന്ന പുരോഹിതന്മാർ ഇന്ന് കേരളക്കരയിലുണ്ട്. അതിന്റെ പരിണിത ഫലമാണ് ആകാശങ്ങളിലൂടെ പോകുന്ന ഫ്ലൈറ്റ് അങ്ങ് മടവൂര് പിടിച്ചിറക്കി എന്ന് കേൾക്കുമ്പം തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ. ചീറിപ്പാഞ്ഞു വരുന്ന തീവണ്ടി കൊയിലാണ്ടി കടപ്പുറത്ത് വെച്ച് താങ്ങി നിർത്തി മടവൂര് കിടക്കുന്ന ഷെയ്ഖുന പറഞ്ഞു പോലും, മടവൂരിൽ എന്റെ മുരീദന്മാർക്ക് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നത് വരെ തീവണ്ടി ഇനി നീ അത്ര സ്പീഡിൽ വരാൻ പാടില്ല എന്ന് മടവൂരിലെ റൂമിൽ വെച്ച് ഷെയ്ഖുന പറഞ്ഞപ്പോഴേക്കും അതാ കൊയിലാണ്ടിയിൽ നിന്നും പിന്നീട് കോഴിക്കോടെത്താൻ തീവണ്ടിക്ക് 1.25 മണിക്കൂർ വേണ്ടി വന്നു എന്ന് കേൾക്കുമ്പോൾ തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ. കല്യാണം കഴിഞ്ഞിട്ട് ഗർഭം ധരിക്കാത്ത പെണ്ണിന് 17ാമത്തെ കൊല്ലം ഷെയ്ഖിന്റെ ബിരിയാണിയിലെ കോഴിക്കാൽ എടുത്തു കൊടുത്തപ്പോ ഗർഭമുണ്ടായി. തക്ബീർ വിളിക്കുന്നത് മുസ്ലിമീങ്ങളാ. ഞാൻ ആക്ഷേപിക്കല്ല. ഇക്കഴിഞ്ഞ റമദാനിന് പോലും ലേറ്റസ്റ്റ് മോഡലാ കറാമത്തിന്റെ കഥയുമായി പലരും വന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ നടുവിലൂടെ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പുറപ്പെട്ട ഹാജിമാരുടെ കപ്പൽ ഇന്ത്യൻ സമുദ്രത്തിന്റെ നടുവിൽ വെച്ച് കേടായപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ വെപ്രാളപ്പെട്ട കപ്പിത്താന്റെ അരികിൽ ചെന്ന് 2 മുരീദന്മാര് പറഞ്ഞു പോലും, ആളുണ്ട്, ഞങ്ങളെ ഷെയ്ഖിന്റെ പേരിൽ 100 കുത്തുബിയത്ത് ചൊല്ലിയ കാര്യമൊക്കെ പരിഹരിക്കപ്പെടും. അത്ഭുതമെന്ന് പറയട്ടെ, 100 കുത്തുബിയത്ത് ചൊല്ലി തീരുമ്പോഴേക്കും CM മക്കാമത ആ മക്കാമിലെ മടവൂർ ഷെയ്ഖുന ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ മുകളിലൂടെ വടികുത്തിച്ച് പിടിച്ചു വരികയും എന്നിട്ട് എഞ്ചിന്റെ അടുത്തേക്ക് ഊളിയിട്ട് വള്ളത്തിലൂടെ പോകുകയും ആ അഗാധതയിലെ കപ്പലിന്റെ എഞ്ചിന് വേണ്ടി 2 തട്ട് തട്ടിയപ്പോ പിന്നെ കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ കോഴിക്കോട് കടപ്പുറത്ത് വന്നാ ഇറങ്ങിയത് എന്ന് പറയിപ്പിക്കുന്ന കെട്ടുകഥകളുടെ ലോകത്തേക്ക് മുസ്ലിം ഉമ്മത്തിനെ ഇവിടത്തെ പുരോഹിതന്മാര് കൊണ്ടുപോയി. ഇതാണോ ഇസ്ലാം ലോകത്തിന് ഓതിക്കൊടുത്ത്? ഇതായിരുന്നോ മുസ്ലിം ഉമ്മത്തിനെ അള്ളാന്റെ പ്രവാചകൻ പഠിപ്പിച്ച്? അല്ലെന്ന് ചരിത്രം പഠിച്ച് ഏതൊരാൾക്കും മനസ്സിലാവും. ഞാനിത് പറയാനുള്ള കാരണം, തൗഹീദ് ഇല്ലേ കുടുംബം ശരിയാവൂല. കുടുംബ ബന്ധം മാത്രം നിങ്ങൾക്ക് ശരിയാക്കണം എന്നാ ഉദ്ദേശമെങ്കിൽ അതിന് ഇസ്ലാമിൽ വഴിയില്ല. തൗഹീദ് ഇല്ലാത്ത ഒരു കുടുംബത്തിലും പടച്ചോന്റെ നിയമത്തും എത്തൂല, ബർക്കത്തും എത്തൂല, കുടുംബത്തിൽ സ്വൈര്യം ഉണ്ടാവൂല.
തൗഹീദുണ്ടോ എല്ലാ വഴിയും അല്ലാഹ് തുറന്നുതരും. അതുകൊണ്ടാ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം അല്ലാഹ് നമ്മളെ പഠിപ്പിച്ചത് എന്തിനാ? മലമുകളിൽ കപ്പൽ നിർമ്മിക്കുന്ന വാപ്പാന്റെ അടുത്ത് ചെന്ന് ആദ്യം കളിയാക്കി ചോദിച്ചത് മകനാ, അല്ല വാപ്പ അൻത മജ്നൂൻ, നിങ്ങൾ പൊട്ടനാ? ഈ പർവ്വതത്തിന്റെ മുകളിൽ വന്ന് കപ്പലുണ്ടാക്കാൻ മാത്രം എന്ത് വിവരക്കേടാണ് വാപ്പാങ്ങളെ പടച്ചോങ്ങളോട് പറഞ്ഞ്? അവസാനം 6 പകലും 7 രാവും നിർത്താതെ മഴക്കോള്, പ്രളയമായി വള്ളം പൊന്തി, പർവ്വതത്തിന്റെ മുകളിലേക്ക് വള്ളം പൊന്തി. പർവ്വതത്തിന്റെ മുകളിലുള്ള കപ്പലുകളിൽ റബ്ബിന്റെ കൽപ്പന പ്രകാരം അല്ലാഹ് നിശ്ചയിച്ചവരെ കപ്പലിൽ കയറ്റി നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമ പുറപ്പെടുമ്പോ ആ കപ്പലിന്റെ തൊട്ടു മുൻപിൽ വെള്ളം കുടിച്ച് ശ്വാസം മുട്ടി വാപ്പാന്റെ നേരെ കൈനീട്ടിയിട്ട് മകൻ വിളിച്ചു, യാ അബി, വാപ്പാ എന്നെയും കൂടി ഒന്ന് നിങ്ങൾ രക്ഷപ്പെടുത്തണം. മൂസാ നബി അലൈഹിസ്സലാത്ത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമ റബ്ബിനോട് ചോദിച്ചു, റബ്ബേ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, എന്റെ അഹ്ലിനെ രക്ഷപ്പെടുത്തുന്നു, എന്റെ ബുനയ്യന്റെ മോനാണത്, അവനെങ്ങി രക്ഷപ്പെടുത്താൻ തരണം. വാനലോകത്ത് നിന്നും റബ്ബ് പറഞ്ഞു, നൂഹേ ഇന്നഹു ലൈസ മിൻ അഹ്ലിക, ഓൻ എന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല, എന്റെ ചോരയാണെങ്കിലും എന്റെ ആദർശത്തിൽ എന്റെ മോനില്ലാത്തതുകൊണ്ട് എന്റെ കുടുംബത്തിൽ സമാധാനത്ത് കപ്പൽ കയറാൻ പടച്ചോൻ ഓൻ അവസരം ഉണ്ടാക്കിയിട്ടില്ല. അതിനർത്ഥം ലോകത്തെ ഉലമാക്കൾ പഠിപ്പിച്ച തൗഹീദുണ്ടോ കുടുംബം സ്വൈര്യമായിരിക്കും, കുടുംബത്തിൽ സമാധാനം വരും. തൗഹീദുള്ളവന്റെ മനസ്സുകളിൽ ബന്ധങ്ങളെ പവിത്രത ഉണ്ടാവും. ഒന്നും കൂടി ഉദാഹരിച്ചു പറയുകയാണെങ്കിൽ 5 വക്ത് പടച്ചോന്റെ മുൻപിൽ നെറ്റി ചേർത്ത് വെച്ച് സുബ്ഹാന റബ്ബിയൽ അഅ്ലാ അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി കുടുംബം മുറിക്കൂല. ഓൻ കുടുംബം മുറിച്ചിട്ടുണ്ട്, അതിനർത്ഥം എന്റെ തൗഹീദ് ക്ലിയർ അല്ലാന്നാ. നിസ്കരിച്ച് സലാം വിട്ടുമ്പോ തൊട്ടടുത്തുള്ളവനോടൊന്ന് സലാം പറയാൻ, കുടുംബത്തിലെ പിണക്കുള്ളവനോടൊന്ന് നന്നാവാൻ, നോമ്പിന്റെ മുൻപേ ആ പിണക്കൊന്ന് മാറ്റാൻ അവനെ കൊണ്ട് പറ്റുന്നില്ലേ, അവക്ക് സാധിക്കുന്നില്ലേ? വേണ്ടങ്ങളെ നിസ്കാരവും നോമ്പും അല്ലാഹ്ക്ക്. ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉർ റഹിമിൻ, കുടുംബ ബന്ധം ചേർക്കാത്തവൻ അള്ളാന്റെ സ്വർഗത്തിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ പിന്നെ നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഒക്കെ ഞങ്ങൾ അങ്ങ് കയറിക്കോളാം, ഇതങ്ങനെ കെട്ടെ എന്നൊരു മനോഭാവം ഉണ്ടെങ്കിൽ അതിനർത്ഥം തൗഹീദ് ക്ലിയർ അല്ല, ബാക്കിയൊന്നും പടച്ചോൻ എളുപ്പാക്കി തരൂല. നമുക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, അള്ളാന്റെ മണ്ണിലേക്ക് കൊണ്ടുവച്ചാ പിന്നെ നല്ല സുഖ പടച്ചോനോടൊക്കെ അങ്ങനെ മറുപടി പറയാൻ. ഖബറിൽ ആദ്യത്തെ ചോദ്യം എന്താ? മൻ റബ്ബുക അല്ലേ? നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടതും നമ്മളെ ആ അവസാന നിമിഷങ്ങളെ കുറിച്ചാണ്. ഞാൻ പറയാറുണ്ട്, ഈ സംസാരിക്കുന്ന ഞാൻ എന്റെ നാടായ നന്മണ്ട എത്തും എന്ന് എനിക്കൊരു ഉറപ്പുമില്ല, എന്റെ വാക്ക് കേൾക്കുന്ന നിങ്ങൾ ആരൊക്കെ നാളെ നേരം പുലർത്തും ഒരുറപ്പുമില്ല. കഴിഞ്ഞ റമദാനിൽ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ ചെന്ന് രാത്രി പ്രസംഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കഞ്ഞി കുടിച്ച് വീട്ടിലെത്തി രാവിലെ സ്കൂളിലേക്ക് പുറപ്പെടാൻ നേരത്ത് ആ വീട്ടുകാരൻ വീട്ടിലെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉപ്പ രാവിലെ പടച്ചോന്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് ട്ടോ എന്ന്. അത്രേ ഉള്ളൂ. അല്ലാഹ് പറഞ്ഞില്ലേ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. മണ്ണിൽ നിന്നാണ് നിങ്ങൾ വന്നതെങ്കിൽ അതേ കാലിന്റെ ചുവട്ടിൽ മണ്ണുണ്ട് മനുഷ്യരെ. ഏത് കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിങ്ങൾ ജീവിച്ചാലും, എത്ര സ്ക്വയർ ഫീറ്റിന്റെ കൊട്ടാരം നിങ്ങൾ പണിതാലും, എത്ര ബാങ്ക് ബാലൻസ് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടെങ്കിലും, 1000 സ്വപ്നങ്ങൾ നിങ്ങളെ നെഞ്ചിന്റെ അകത്ത് നിങ്ങൾ ചിന്തിച്ചു കൂട്ടുന്നുണ്ടെങ്കിലും, വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. ആ മണ്ണിനെ നിങ്ങൾ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, ആ മണ്ണിനെ നിങ്ങളെ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ മരണത്തെക്കുറിച്ച് നമ്മളോട് ഓർക്കാൻ പറയുന്നത്. ഏതൊരു പ്രസംഗം ക്ലാസ് സഹാബത്തിന് കൊടുക്കുമ്പോഴും നബി തങ്ങൾ ആദ്യം പറഞ്ഞു കൊടുക്കുക അള്ളാന്റെ അടുത്തേക്കുള്ള യാത്രയെക്കുറിച്ച്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറയുന്നത്. കാരണം വെറുതെ കേട്ട് ഇപ്പൊ എന്നോടൊക്കെ ചിലർ പറയും പ്രസംഗം കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ചില കല്യാണ വീട്ടിലൊക്കെ കാണുമ്പോ ചിലരും സ്ത്രീകളൊക്കെ ആവേശത്തോടെ പറയും, വാപ്പനെയും ഇമ്മനെയും നിങ്ങൾ പറ്റി പറഞ്ഞ പ്രസംഗം കേട്ട് ഞാൻ കുറേ സങ്കടപ്പെട്ട് കരഞ്ഞ് ഞാൻ എൻ്റെ കുടുംബ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്ത്. പിന്നെ ഞാൻ ചോദിക്കൽ എന്താണെന്നറിയോ, നിങ്ങളെ വാപ്പനെ പോയി നോക്കിയിരുന്നു? പിന്നെ ഇല്ല, അതിനെനിക്ക് നേരം കിട്ടിയില്ല, അടുത്ത ആഴ്ച എങ്ങാൻ പോകണം. പിന്നെ ഇതിപ്പോ എന്തിനു കേൾക്കുക? മനുഷ്യനെ കാണിക്കാനും അഭിനയിക്കാനും മനസ്സിന്റെ ബേജാറ് റബ്ബിന്റെ അടുത്ത് കാണിക്കാനും അല്ല അള്ളാന്റെ കലാമ് നമ്മക്ക് ഓതിത്തന്ന്. അത് ജീവിതത്തിലേക്ക് ഒരു മാറ്റം വരുത്താനാ, ഹൃദയത്തിന്റെ മാറ്റത്തിലൂടെ റബ്ബിലേക്ക് അടുക്കാൻ വേണ്ടിയാ. അതുകൊണ്ട് ആ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയതും നമ്മളെ മരണത്തെക്കുറിച്ച് നമ്മൾ ഇടക്കൊക്കെ ഒന്ന് ഓർത്തു വെക്കണം. വീട്ടിന്റെ മുൻപിലേക്ക് വാഹനങ്ങൾ വരുന്നു,
ഇതേപോലെ താറപ്പായ വലച്ചു കെട്ടിയിട്ട് നമ്മൾ ക്ഷണിച്ചിട്ട് നമ്മളെ താറപ്പായന്റെ ചുവട്ടിലേക്ക് നാട്ടുകാർ വരുന്നത് കല്യാണത്തിനാണ്. നമ്മൾ ക്ഷണിക്കാതെ താറപ്പായ വലിച്ചു കെട്ടിയിട്ട് ആ താറപ്പായന്റെ ചോട്ടിൽ വന്നിരിക്കുന്നത് നമ്മൾ മരിച്ച അന്നാണ്. അന്ന് ഓരോരുത്തരും ഇങ്ങനെ വരുമ്പം നമ്മൾ തന്നെ കാണലില്ലേ, മരിച്ച വീട്ടില് പെട്ടെന്നൊക്കെയാണ് നമ്മൾ വരുന്നതെങ്കിൽ ആ വീട്ടിൽ ആകെയുള്ള ശബ്ദം അകത്തുനിന്ന് പെണ്ണുങ്ങൾ ഉണ്ടാവും ഇങ്ങനെ ഏങ്ങലടിച്ച് കറിയുന്നു, ഇന്നേയും കൂടിയും കൊണ്ടുപോയിക്കൂടെ അതിനൊക്കെ അന്നൊറ്റക്കാക്കിയിട്ട് പോണൊക്ക എന്നൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെ ഉറക്ക കരയുമ്പം ഏങ്ങലടിക്കുമ്പം പുറംഭാഗത്ത് കാത്തു നിൽക്കുന്ന ചില അമ്മമാരൊക്കെ പെങ്ങന്മാരോട് പറയും, ഇങ്ങനെ ഒച്ച ഉണ്ടാക്കല്ലേ സൈനബ, നാട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സെബൂറാക്ക് പോണ്ടോന് പോയി. വേഗം ചില നാട്ടുകാരൊക്കെ വന്നിട്ട് ഇതുപോലത്തെ താറപ്പായ 4-5 അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു കെട്ടും, വാടകക്കെടുത്ത 10-25 കസേരയിടും. വാർത്ത ചന്ദ്രാപ്പിനി പ്രദേശത്തുള്ള സർവ്വ വാട്സപ്പ് ഗ്രൂപ്പിലും ഇങ്ങനെ പടരും. ഓരോരുത്തരും വീട്ടിന്റെ മുറ്റത്തേക്ക് വന്ന് പതുക്കങ്ങനെ ഒന്ന് ഉമ്മറത്തേക്ക് വന്ന് മയ്യത്ത് കിടക്കുന്നതിന്റെ മുഖം കണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് വാച്ചിൽ നോക്കിയിട്ട് ചോദിക്കും, നിസ്കാരപ്പളക്ക വെച്ച് ഓൻ മോഹിച്ചുണ്ടാക്കിയ വീട്ടിന്റെ ഗിൽസുമലോ പെട്ടെന്നൊരു A4 ഷീറ്റിൽ ഓന്റെ നിസ്കാര സമയം ഉണ്ടാവും. എന്റെ ദുനിയാവിലെ അവസാനത്തെ സമയം അസറിന് ശേഷം മയ്യത്ത് നിസ്കാരം. പിന്നീട് 5-6 ആളുകൾ വരും, കാരണവന്മാര് വാച്ചിക്കോക്കി ചോദിക്കും, ഇതിനൊപ്പം വെച്ചോണ്ടിരിക്കുന്നത് ബ്ലഡ് മൂക്കുന്ന് വരുന്നുണ്ട്, ബ്ലഡ് ചെവിന്ന് വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. നിങ്ങളെയും ശരീരത്തിലുള്ള ബ്ലഡിന് പോലും ഈ ശരീരത്തിലെ കിഡ്നിയിൽ നിന്ന് മിനിറ്റുകൾ വ്യത്യാസത്തിൽ ലക്ഷക്കണക്കിന് ലിറ്ററുകളാണ് ശുദ്ധീകരിക്കപ്പെട്ട് ശരീരത്തിന്റെ ഞരമ്പുകളിലൂടെ ഓരോ സൈഡിലും വന്ന് തിരിച്ചു പോകുന്നത്. ഒരു ഗുളിക കുടിക്കുമ്പം കിഡ്നിയിലെത്തി അതിൻ്റെതായ അവസ്ഥകൾ ഞരമ്പുകളിലൂടെ പല്ലിന്റെ അടുത്തെത്തുമ്പോ പല്ലിന്റെ വേദന മാറി, നമുക്ക് അത്ഭുത. പക്ഷെ റബ്ബ് പറയുന്നു, അത്ര സെക്കൻഡ് വ്യത്യാസത്തിൽ ഞരമ്പുകളിലൂടെ മിനിറ്റ് വ്യത്യാസത്തിൽ രക്തം കുതിച്ചോടുക. അവസാനം ശ്വാസത്തിന്റെ നിലച്ചു, ഹൃദയത്തിന്റെ മിടിപ്പ് നിലച്ചു. രക്തം എവിടേക്കാണോ ഓടിയത് ആ ഞരമ്പുകളിൽ ഇങ്ങനെ നിൽക്കും, പോകാൻ വഴിയില്ല, ജീവൻ പോയിട്ടുണ്ട്. പിന്നെ അവസാനം രക്തത്തിന് എങ്ങനെ പുറത്ത് ചാടണം എന്നുള്ള വെപ്രാളായിരിക്കും. അതുകൊണ്ടാ മരിച്ച് 4 മണിക്കൂറാകുമ്പോ മൂക്ക് കൂടെ ബ്ലഡ്, ചെവി കൂടെ ബ്ലഡ്. ആൾക്കാർ വേഗം പറയും ഫ്രീസറിൽ വെക്ക, അധികം വെച്ചോണ്ടുന്ന പല ഭാഗത്തൂടെ രക്തം വരും, പുറത്ത് ചാടും. അത്രേ ഉള്ളൂ ദുനിയാവിലെ ശരീരത്തിന്റെ കല. 24 മണിക്കൂർ കൊണ്ട് മണത്തു തുടങ്ങും, 48 മണിക്കൂർ കൊണ്ട് മാംസത്തിൽ നിന്ന് എല്ലാം അടരാൻ തുടങ്ങും. 72 മണിക്കൂറാകുമ്പോഴേക്കും വയറ് ചേർക്കും. 4-ാമത്തെ ദിവസം ചേർത്ത് പൊട്ടും. 5-ാമത്തെ ദിവസം കുഴി അടച്ചുകൊണ്ടിരിക്കും. 6-ാമത്തെ ദിവസം നഖങ്ങൾ വീകിച്ചേരും. 7-ാമത്തെ ദിവസം ഒരാഴ്ച കഴിയുമ്പോൾ മാന്തി നോക്കിയാൽ അടുക്കാൻ പറ്റാത്തത്ര മാംസത്തിന്റെ കുറച്ച് കഷണങ്ങൾ മാത്രം പുഴും തിന്നുന്നത്. ആ ഒരു ശരീരം വെച്ച് ജീവിക്കുന്ന മനുഷ്യരെ, അള്ളാന്റെ അടുത്തേക്ക് പോകുന്ന അവസാനത്തെ യാത്ര നിങ്ങൾക്ക് മനോഹരമാക്കാൻ പറ്റണോ, സുന്ദരനായി നിങ്ങൾക്ക് അള്ളാന്റെ അടുത്തേക്ക് തിരിച്ചെല്ലാൻ പറ്റും. അതുകൊണ്ടാ നമുക്കൊക്കെ തരേണ്ട എല്ലാ യാത്രയപ്പം നാട്ടുകാർ തരും. ഒരാളെ മയ്യത്തൊക്കെ നമ്മൾ എടുക്കുമ്പോ എന്താ ചെയ്യല്, നേരെ മയ്യത്ത് കബറിലേക്ക് വെച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് ഓരോരുത്തരും ഇങ്ങനെ നൂർന്ന് നിൽക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഒരാൾ തുടങ്ങിയിട്ടുണ്ടാകും, അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജംബി, അല്ലാഹുമ്മ ഇഗ്ഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസ, അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു ഇൻദ സുആൽ. ഈ ഖബർ കിടക്കുന്നതിന്റെ വാപ്പയാ, എൻ്റെ ഉമ്മയാ, ഇന്നലെ വരെ തോളൊപ്പിച്ച് മടം പൊപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ പള്ളിയിലെ എന്റെ സുഹൃത്താ, എന്റെ ആദർശ ബന്ധുവാ. അതുകൊണ്ട് റബ്ബേ സബ്ബിതുഹു ഇൻദ സുആൽ, നിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ ഒരു ധൈര്യം ഈ ഖബറാളിക്ക് കൊടുക്കണേ നാഥാ. അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്, നീ ആഗ്രഹിക്കുന്ന രീതിയിൽ കെട്ടിക്കൊടുക്കലില്ലാത്തൊരു ഉത്തരം പറയാനും ഈ ഖബറാളിക്ക് ഇങ്ങി കൈകൊടുക്കണം. ഇതൊക്കെ പ്രാർത്ഥിച്ചൊരു 10-15 മിനിറ്റ് ചെയ്യുമ്പോഴേക്കും ആൾക്കാരങ്ങ് പോകും. പിന്നെ ആരാ മനുഷ്യർ ഇന്ത്യങ്ങളെയും ഖബർ പുറത്ത് വരിക? ഈ ചന്ദ്രാപ്പിനിയിൽ ഇടമുട്ടത്തും ചുറ്റുഭാഗത്തും ഒക്കെ പലരും മരിച്ചത് നമ്മൾ വെപ്രാളത്തോടെ കണ്ടതല്ലേ. ഞാൻ ചോദിക്കാറുണ്ട് ഇങ്ങനത്തെ പ്രസംഗത്തിൽ, ഇന്ന് ളുഹർ നിസ്കരിച്ച് കൈ പടച്ചോന്റെ നേരെ നീട്ടിയപ്പോ ഈ കാണുന്ന രീതിയിൽ മുജാഹിദ് പ്രസ്ഥാനത്തെ ഈ കോലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പണിയെടുത്ത മഹാരഥന്മാരായ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പേര് നമ്മളെ മനസ്സിൽ വന്നോ? വക്കം മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ, അബുസബാഹ് മൗലവിയെ പോലെ, AV അബ്ദുസലാം മൗലവിയെ പോലെ, AP അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, അവസാനം നമ്മിൽ നിന്ന് യാത്ര ചോദിച്ച M മുഹമ്മദ് മദനിയെ പോലെയുള്ള ഏതെങ്കിലും ഒരാളെ തൊട്ടു മുൻപ് നമസ്കരിച്ച
ളുഹർ നമസ്കാരത്തിന് ശേഷം അവർക്കൊക്കെ ഇനി കാവല് കൊടുക്കണേ റബ്ബേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളെ ഒന്നും ആരും ഓർക്കൂല മനുഷ്യരെ. 1-2 കൊല്ലം ചിലപ്പോൾ മക്കളൊക്കെ ഓർത്തുകൊണ്ട് കിടക്കും. പിന്നെ അവർക്കും വേണ്ട. നമ്മൾ ഉപയോഗിച്ച വസ്ത്രക്കോല് കത്തിക്കും, നമ്മളെ ചെരുപ്പോല് കത്തിക്കും. ഒഴിവാക്കാൻ പറ്റാത്ത സ്വർണ്ണാണെങ്കിൽ ജ്വല്ലറി കൊണ്ടുപോയി വിറ്റിട്ട് പറയും ഇത് മരിച്ച അമ്മാൻ്റെതായിരുന്നു, ഇത് നിങ്ങളൊരു കഷ്ണാക്കി തന്നേക്ക്, അല്ല അതിന്റെ വില കെട്ടി തന്നേക്ക്. ആ വിലയെല്ലാം മക്കൾ 4 വീതിക്കും. നിങ്ങൾ ഒറ്റക്ക് വലിച്ച തെങ്ങും പറമ്പ് 4 പറമ്പാക്കിയിട്ട് മക്കൾ വേലി കെട്ടി തിരിച്ചിടും. ആ ദുനിയാവിലെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പോ അള്ളാന്റെ മുൻപിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടു പോകുന്ന ഒരു ചോദ്യം ഏതാണെന്നറിയോ? മദീന മിമ്പറിൽ വെച്ച് പ്രവാചകൻ കണ്ണീരോടെ ആ കാര്യത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്താതെ ഒരൊറ്റ ഖുതുബ നബി തങ്ങൾ നടത്തിയിട്ടില്ല. കാരണം വിശുദ്ധ ഖുർആനിലെ 4-ാം അധ്യായം സൂറത്തുൻ നിസായിലെ 1-ാമത്തെ വചനം, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, മനുഷ്യരെ റബ്ബ് നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ച നിങ്ങളെ കുടുംബം, ലോകത്ത് പലർക്കും നഷ്ടപ്പെട്ടു പോയ കുടുംബം, വാപ്പയില്ലാതെ ജനിച്ച് ഉമ്മ മരിച്ചുപോയി, പിന്നീട് പ്രവാചകന്റെ ജീവിതത്തിൽ റസൂലുള്ള കണ്ണീരോടെ മാത്രം ഓർത്തെടുത്ത പ്രവാചക കുടുംബം, ജീവിതത്തിൽ നിന്ന് റബ്ബിന്റെ നിഅമത്തായിട്ട് കിട്ടിയ മക്കള്, വാപ്പ, ഉമ്മ, ഇങ്ങനെ ജീവിതത്തിൽ റബ്ബ് ഏൽപ്പിച്ചു തന്ന ഒരുപാട് ബന്ധങ്ങള്, ആ ബന്ധങ്ങളെ കുറിച്ചുള്ള ചോദ്യത്തിന്റെ മുൻപിൽ വല്ലർഹാം നിങ്ങൾക്കുത്തരം പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ലാ തസൂലു ഖദമാ അബ്ദിൻ യൗമൽ ഖിയാമ, റബ്ബിന്റെ മഹ്ശറയിൽ കാലിന്റെ ഒരടി മുൻപോട്ട് വെക്കാൻ ഏത് വാപ്പാരാണെങ്കിലും ശരി, 1000 ഉംറ ചെയ്തവരാണെങ്കിലും ശരി, കോടാനുകോടി ദാനം ചെലവഴിച്ചവരാണെങ്കിലും ശരി, അള്ളാന്റെ പള്ളി നിർമ്മിച്ചവനാണെങ്കിലും ശരി, 100 തവണ അള്ളാന്റെ ഖുർആൻ ഖതമുകളായി ഓതി തീർത്തവനാണെങ്കിലും ശരി, നാളെ റബ്ബിന്റെ കോടതിയിൽ കാലൊരു ചാണ് മുൻപോട്ട് നിങ്ങൾക്ക് വെക്കണമെങ്കിൽ നിങ്ങളെ കുടുംബത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് അള്ളാനോട് നിങ്ങൾ ഉത്തരം പറയേണ്ടി വരും. ആ ഉത്തരത്തിന് വേണ്ടി റബ്ബ് തന്ന നിഅമത്താ കുടുംബം. അള്ളാഹ് നമുക്ക് തന്ന ദുനിയാവിൽ ഏറ്റവും വലിയ സന്തോഷം അല്ലേ? ചിലരൊക്കെ കരുതും പണ സന്തോഷം എന്ന്. അല്ല, ചിലര് കരുതും വലിയ വീടാ സന്തോഷം എന്ന്. അതുകൊണ്ടാ ഉള്ളതെല്ലാം പണയം വെച്ചിട്ടും പെണ്ണുങ്ങളുടെ പണ്ടൊക്കെ പണയം വെച്ചിട്ടും ലോൺ എടുത്തിട്ടും ഓനൊരു 75 ലക്ഷം രൂപന്റെ കൊട്ടാരം കൊണ്ടുണ്ടാക്കും. സമാധാനം ഉണ്ടോ? ഒരു 4000 സ്ക്വയർ ഫീറ്റിന്റെ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി നിങ്ങളും ഭാര്യയും മാത്രമേ ഉള്ളൂ. സമാധാനം ഉണ്ടോ? നിങ്ങളൊരു ഉംറക്ക് പോകണമെന്ന് തീരുമാനിച്ചു, യാത്രയാക്കാൻ ആരും വന്നില്ല, കുടുംബത്തിലുള്ള ഒരുത്തം പോലും വന്നില്ല. സമാധാനം ഉണ്ടോ? നിങ്ങളൊരു വിവാഹം സംഘടിപ്പിച്ചു, കുടുംബത്തിലെ ബന്ധുക്കൾ ആരും പങ്കെടുക്കുന്നില്ല. സമാധാനം ഉണ്ടാവുമോ? പണം കൊണ്ടും പവർ കൊണ്ടും ദുനിയാവിൽ സമാധാനം ഉണ്ടാവൂല. അത് ഉണ്ടാവണമെങ്കിൽ കുടുംബം കൂടെ ഉണ്ടാവണം. ഞാൻ വെച്ച ഭക്ഷണം എന്റെ കുടുംബക്കാർ കഴിക്കാനുണ്ടാവണം. ഞാൻ അധ്വാനിച്ച പണം എന്നെ സ്നേഹിച്ച് ആഹാരത്തിന് വേണ്ടി ചെലവാക്കുന്ന ഭാര്യ ഉണ്ടാവണം, മക്കൾ ഉണ്ടാവണം. അപ്പൊ മനുഷ്യന്റെ സമാധാനം കുടുംബം ഇല്ലാണ്ടാകുമ്പോഴേ നമ്മളതിന്റെ ബേജാർ അറിയൂ. അപ്പൊ നമ്മൾ എന്തുകൊണ്ടാ ഇപ്പോ ആ ബേജാർ അറിയാത്തതെന്ന് അറിയോ? ഇപ്പൊ എല്ലാവരും ജീവിച്ചിരിപ്പുണ്ട്. ചെറിയ പിണക്കൊക്കെ ഉണ്ടെങ്കിലും പോക്കും വരവോ ഒന്നും ഇല്ലെങ്കിലും ഒരു ഹയാത്തിലുള്ളതുകൊണ്ട് അങ്ങക്ക് ബേജാറ് തോന്നാത്ത. കാരണോര് മരിച്ചു എന്നൊന്ന് കേട്ടു നോക്കണം. ഉമ്മ പോയി, വാപ്പ പോയി, ഇനിപ്പുള്ളത് ഞാനും കാരണോരും 2 പെങ്ങന്മാരുമാ. പെങ്ങന്മാരിൽ ഒരാള് പോയി. അവസാനം കേട്ടു കാരണോരും പടച്ചോന്റെ അടുത്തേക്ക് പോയി. കാരണോരെ മയ്യത്തിന്റെ തലഭാഗത്ത് ചെന്ന് ഇരുന്നോക്കണം. അനുഭവിച്ചവരുണ്ട്. ഇനിയിപ്പം ഞാനും എന്റെ അനിയത്തിയാണല്ലോ റബ്ബേ എന്ന് തോന്നുമ്പോണ്ടാകുന്ന ഒരു ഉൾക്കിടിലുണ്ടല്ലോ. ഇനിയിപ്പൊ പോവാനൊക്കെ ഞാനേ ഉള്ളൂന്ന്. വാപ്പയമ്മയുള്ള കാലത്തെ പലരും വീട്ടിലേക്കൊക്കെ വരൂ. പലരും കുടുംബമായിട്ട് യോജിക്കുന്നത് പോലും ഉമ്മയും വാപ്പയുള്ളപ്പോഴൊക്കെയാ. അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവർക്കും അവനാന്റെ കാര്യം, നമ്മളെ ലോകം, നമ്മളെ സൗകര്യം, നമ്മളെ വീട് എന്നൊരു കുടുസായ ചിന്തയിലേക്ക് ഉമ്മത്ത് മാറിയപ്പോ ഇന്ന് ഏറ്റവും വലിയ ജീർണത ബാധിച്ചത് കുടുംബത്തിലാ. കുടുംബത്തോളം ജീർണിച്ചൊരു സാധനം ഇന്ന് ദുനിയാവിലില്ല. പണ്ടുകാലത്തൊക്കെ കുടുംബം ചേർക്കാൻ ആളുകൾക്ക് ബസ് വേണം. നാട്ടിൽ 1-2 ഉണ്ടാവും. എന്നാലും പറമ്പെന്ന് കിട്ടിയ ചക്കയായിട്ടും കപ്പയായിട്ടും ചേമ്പുമായിട്ടും വാപ്പയമ്മയും കാണാൻ ചെന്നിരുന്നു, കുടുംബക്കാരെ സന്ദർശിച്ചിരുന്നു. ഇന്ന് ഒന്ന് വിളിച്ചാ വിളിപ്പുറത്തേക്കുള്ള ഫോണ് കയ്യിലുണ്ടായിട്ടും വിളിക്കണ്ട, അങ്ങനെ കേട്ടെ. കഴിഞ്ഞ കല്യാണപ്പോരെ കണ്ടപ്പോ മൂപ്പര് നമ്മളോട് ചിരിച്ചിട്ടില്ല, ആ കല്യാണത്തിന് നമ്മളെ ക്ഷണിച്ചിട്ടില്ല എന്ന പകയും വെറുപ്പും മാത്രമേ
ഇന്ന് പലർക്കും കൊണ്ടടക്കാനുള്ളൂ. എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല. ഇന്നും ഭംഗിയായി കുടുംബം കൊണ്ടടക്കുന്നവരുണ്ട്, മനോഹരമായിട്ട്. ആ കുടുംബന്റെ ഒരു വലിയ സന്തോഷ എന്ന് സ്വയം മനസ്സുകൊണ്ട് സന്തോഷിക്കുന്നവരുണ്ട്. ഇപ്പൊ കുടുംബമാണ് ഏറ്റവും വലുത്. കുടുംബത്തോളം നമുക്ക് സൗഭാഗ്യം ഉണ്ടാവുന്ന വേറൊന്നില്ല എന്ന് തിരിച്ചറിയാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവ കഥ ഞാൻ പറയാറുണ്ട്. നിങ്ങൾ കേട്ടതായിരിക്കും, എന്നാൽ ഒന്നും കൂടി പറയാം. ഞാൻ കോഴിക്കോട് MMI സ്കൂളിൽ അധ്യാപകനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടു മുൻപിലുള്ള ഒരു പള്ളിയിൽ, ഷാദുലി പള്ളിയിലാണ് ഖുതുബയും പറയുന്നത്. ഞാൻ ആ ഖുതുബ പറഞ്ഞിറങ്ങിയ ഒരു 6 മാസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ, ഒരു 10-26 വയസ്സുള്ള തുണിയുടുത്ത ഒരു നീള കുപ്പായം ധരിച്ച ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നു. കൈ പിടിച്ചിട്ട് പറഞ്ഞു, മൗലവി എൻ്റെ നിക്കാഹ് ഉണ്ട്, നിങ്ങൾ വരണം. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലെങ്ങാനാണ് എൻ്റെ ഓർമ്മ. ഇതെങ്ങനെയാ വിളിക്കേണ്ടത് ക്ഷണിക്കേണ്ടത് എന്ന് എനിക്കറിയൂലട്ടോ. കാരണം എനിക്ക് വിളിക്കാൻ വരാൻ വേറെ ആരുമില്ല. എൻ്റെ അമ്മ ഞാൻ ജനിച്ച ഉടനെ മരിച്ചു പോയതാ. വാപ്പ വേറെ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഞങ്ങൾ ഇളയമ്മൻ്റെ അടുത്തുനിന്നുണ്ടും മൂത്തമ്മൻ്റെ അടുത്തുനിന്നിട്ടൊക്കെയാ ജീവിച്ച്. എനിക്കൊരു കാക്കുണ്ട്, ജ്യേഷ്ഠൻ. ഓൻ ഓട്ടിസം ബാധിച്ചതാ, വീൽ ചെയറിലാ. വാപ്പ കഴിഞ്ഞ കൊറോണ സമയത്തും ഞങ്ങളെ വിട്ടുപോയി. അതുകൊണ്ട് എൻ്റെ നിക്കാഹ് നിങ്ങൾ വരണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട്, നിങ്ങൾ വരൂലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വരാം. നിശ്ചയിക്കപ്പെട്ട ദിവസം ഞാൻ ആ സുഹൃത്ത് തന്നയച്ച രീതിക്കനുസരിച്ച് സ്ഥലം അന്വേഷിച്ച് ചെന്നു. ഒരു കുറേ കവുങ്ങുകൾക്ക് നടുവിൽ ഒരു ഓടിട്ട പഴയകാല വീട്. ആ വീട്ടിന്റെ നിലമൊക്കെ ഉള്ളത് കാവ്യ. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയാല. ചുവന്ന കാവിന്റെ നിലം. ഇതേപോലെ 1-2 താറപ്പായ വലിച്ചെട്ടിയിട്ടുണ്ട്. കയറി ചെന്നപ്പോൾ മുൻഭാഗത്ത് അവൻ തന്നെ ഉണ്ട്. ഒരു വെള്ളത്തുണിയുണ്ട്, ഒരു വെണ്ണീരിന്റെ കളർ, ഒരു ഗ്രേ കളർ ഷർട്ടും ഉണ്ട്. കൈ പിടിച്ചിട്ട് ഞാൻ 11 മണിക്ക് അവിടെ എത്തി. കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ 11:30 നിക്കാഹിന് പറഞ്ഞത്, 11:30 ആയിക്കോട്ടെ എന്ന് വെച്ചു. ഞാൻ പറഞ്ഞു, ആയിക്കോട്ടെ, അൽഹംദുലില്ലാ. ഏകദേശം 11:25 ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നമുക്ക് നിക്കാഹ് തുടങ്ങണ്ടേ? സാധാരണ ഇങ്ങനത്തെ ഒരു കല്യാണപ്പുരയിൽ ചെല്ലുമ്പോണ്ടാകുന്ന എൻ്റെ അനുഭവം എന്താ? എന്നോട് ചില ക്ഷണിക്കുന്നവര് പറയും, മൗലവി കറക്റ്റ് 11 സൂചി അതിന്റെ ഉച്ചിയിൽ നിൽക്കുമ്പോൾ നമുക്ക് തുടങ്ങണമെന്ന് പറഞ്ഞാൽ എന്നെ കൂട്ടി കൊണ്ടുപോവുക. ഞാനൊരു 10:50 പുരയിലെത്തും. ഏകദേശം 11 കഴിഞ്ഞ് 11:15 കാണാൻ പുരയിലെ വാപ്പ ചെറുക്കാനോട് പറയും, മുലിയന്മാരൊക്കെ വന്നിട്ടുണ്ട്, ഇനി ഒന്ന് മാറ്റിയിട്ട് വാ, നമുക്ക് നിക്കാഹ് തുടങ്ങണം. ഓനും 5-8 ചെക്കന്മാരും അകത്തേക്ക് കയറുന്നത് കാണാം. ബാക്കി പുറത്തു വന്നോലൊക്കെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് 11:50 11:45 ആകുമ്പോൾ 5-8 ചെക്കന്മാരെ കൂടെ തുള്ളിക്കഴിച്ചിട്ടാണോ കോലം കെട്ടിയിട്ടാണോ ഓൻ ഇങ്ങനെ പുറത്തേക്ക് വരും. പുറത്തേക്ക് വരുന്ന സമയത്ത് ക്യാമറമാൻ പറയും, വരാനായിട്ടില്ല, സ്ലോ മോഷനിൽ കാല് പുറത്തേക്ക് വെക്കണം, ഓൽക്കത് ക്യാമറ കിട്ടണം. അന്ന് വരെ ഉമ്മാനെ കെട്ടിപ്പിടിക്കാത്തവനോട് പറഞ്ഞ് ഉമ്മാനെ പോയിട്ടൊന്ന് അണച്ചൂട്ടി പിടിക്കണം. വല്യമ്മാക്ക് ഒരു ഉമ്മ എടുക്കണം. ബാപ്പാനെ കയ്യ് പിടിച്ചിട്ട് മാറത്തേക്ക് ചേർത്തിങ്ങനെ പിടിക്കണം. എളാപ്പാനെ പോയിട്ട് കയ്യ് പിടിക്കണം. മുത്തമ്മാനെ കയ്യടിക്കണം. അമ്മായിമാരോടൊക്കെ സലാം പറയണം. ഇതൊക്കെ എന്തിനാപ്പോ? അള്ളാന്റെ നിയമത്തിട്ടാനല്ല, ക്യാമറ കിട്ടാൻ. അവസാനം ഒരു 12:10 ഇങ്ങനെ നിക്കാഹിന് വന്നിരിക്കുമ്പോ ചില കാരണവന്മാര് പതുക്കെ എന്റെ ചെവി പറയും, 12:20 ലോറ് ബാങ്ക്, നിങ്ങളൊരു 5 മിനിറ്റ് കൊണ്ട് അങ്ങ് നിർത്തിക്കാൻ വേണ്ടിട്ടോ. ഇതെന്നെ ഒരു വർക്കത്തില്ലായ്മയാ, ഇത് തന്നെ ഒരു വർക്കത്തില്ലായ്മയാ. ഞാൻ പറയാറുണ്ട്, 11 മണിക്ക് എന്ന് പറഞ്ഞ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ 12:00 തുടങ്ങുന്നതെങ്കിൽ 1.5 മണിക്കൂർ നിങ്ങളില്ലാണ്ടാക്കിയതാ. അപ്പൊ ഒരേലെ വാപ്പയും മക്കളും. ഞാനടക്കമുള്ള 100 കണക്കിന് മനുഷ്യന്മാർ 11 മണിക്ക് പ്രതീക്ഷിച്ചിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ 11 മണിക്ക് തൊട്ട് അള്ള നാളെ പരലോകത്ത് ചോദിക്കും, അല്ല സെപ്റ്റംബർ മാസം 25-ാം തീയതി 11 to 11:45 വരെ എന്തിനാ വെറുതെ അവിടെ സമയം കളഞ്ഞ്? ഞാൻ പറയൂ, റബ്ബെ കുടുംബക്കാരൻ പറ്റിച്ചതാണ്. അതില്ലാണ്ടിക്കാൻ വേണ്ടിയിട്ട് വാപ്പാരോട് നിക്കാഹിന്റെ സമയമൊക്കെ ഒന്ന് ക്ലിപ്തപ്പെടുത്തണമെന്നും. എന്നിട്ട് ചില ആൾക്കാരൊക്കെ ആരാന്റെ കല്യാണം നോക്കിയിട്ട് പറയും, ഓലെ ഇടപാട് ഭയങ്കരമായിട്ട്, ഓൽക്കൊരു മുഹൂർത്തമുണ്ട് 10:11 അങ്ങോട്ട് പോവില്ല, അങ്ങോട്ട് വരൂല. ഓലെക്കാളും നല്ല മുഹൂർത്തം പഠിപ്പിച്ചൊരു മതത്തിന്റെ അനുയായികളാ നമ്മളൊക്കെ. യാതൊരു ആർഭാടവും ഇല്ലാതെ വാപ്പാനെയും ഉമ്മാനെയും അതല്ലെങ്കിൽ വാപ്പനെയും യാപ്പിളനെയും പിടിച്ചിരുത്തിയിട്ടും 2 സാക്ഷികൾ മുഖാന്തിരവും കൈ പിടിച്ച് ഞാൻ സ്വീകരിച്ചെന്നും ഞാൻ എനിക്ക് തന്നോന്നും ഉണ്ടെങ്കിൽ ഒരു വലീമത്തിന്റെ ഒരു ഇറച്ചി കഷ്ണവും തിന്നു പോയാൽ തീരാവുന്ന ഒരു കാര്യത്തിനാ 5-6 ദിവസത്തേക്ക് മാറ്റുന്നത്. ഞാനത് സാന്ദർഭികമായിട്ട് പറയാന്ന് മാത്രം. എന്നിട്ട് അത് നടപ്പിലാക്കാൻ പറ്റാത്ത നമ്മള് 10:40 മുഹൂർത്തം നോക്കിയിട്ട് മാലിടുന്നോ നോക്കിയിട്ട് പറയാ, എന്തൊരഥവാ 11ന്റെ അപ്പുറത്തേക്ക് പോയില്ല. ഓൽക്കതിനൊരു മുഹൂർത്തവും ഒരു സമയമുണ്ട്, അതിന്റെ അപ്പുറത്തേക്ക് പോലും പോവില്ല എന്ന് നമ്മളെ മതത്തെ ഇകഴ്ത്തിയിട്ട് നമ്മൾ വരുത്തി വെച്ച ഫിത്തിന കാണിച്ചിട്ട് മറ്റോനോട് മറ്റേ മതത്തിന്റെ ഗുണം പറയും. ഞാൻ വർഗീയത പറയല്ലോ, നമ്മളൊന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞതാ. അവസാനം ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, നമുക്ക് തുടങ്ങാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവനൊന്നും കൂടി കുപ്പായൊക്കെ ഒന്ന് മാറ്റിയായിരിക്കും.
ഓൻ തുണിയൊക്കെ ഒന്ന് നിന്റെ മുമ്പ് തന്നെ പൊന്തിച്ചെടുത്ത് ഷർട്ടൊക്കെ ഒന്ന് വലിച്ചിങ്ങനെ താഴ്ത്തി നേരെ ഒരു ചുവന്ന കസേര അതേപോലത്തെ അവിടെ ഇരുന്ന് ഒരു പ്രായമുള്ള വാപ്പ മറുഭാഗത്ത് വന്നിരുന്ന്, പെണ്ണിന്റെ വാപ്പ. എൻ്റെ ജീവിതത്തിലൊക്കെ ഇതെനിക്കൊരു വലിയ അനുഭവമായിരുന്നു. നിക്കാഹൊക്കെ കഴിഞ്ഞ് ഓനോട് പറഞ്ഞു, ഞാൻ കുറച്ച് വലിയ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കഴിച്ചിട്ടേ പോവാട്ടോ. ഓൻ തന്നെ എന്നെ കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണ ഹാളിൽ നിന്ന് ഭക്ഷണം വിളമ്പി തന്ന്. വിചാരിക്കാൻ മാത്രമൊന്നുമില്ല, ഒരു നെയ്ച്ചോറ് ഒരു ചെറിയ ഇറച്ചിന്റെ കറിയേ ഉള്ളൂ. അതും കഴിച്ച് ഞാൻ പുറത്തേക്കിൻ്റെ വാഹനത്തിൽ കയറുമ്പോൾ ഞാൻ മനസ്സറിഞ്ഞ് പടച്ചോനോട് പറഞ്ഞു അൽഹംദുലില്ലാ എന്ന്. എന്തിനാണെന്നറിയോ? എൻ്റെ കല്യാണത്തിൻ്റെ ഒരു കാര്യവും ഞാൻ അറിഞ്ഞില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. കാരണം ഭക്ഷണം ഏൽപ്പിച്ച എൻ്റെ വാപ്പയാ, മൗലവിനെ ഏൽപ്പിച്ച എൻ്റെ വാപ്പയാ, പള്ളി കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ച എൻ്റെ വാപ്പയാ. കുടുംബത്തിൽ കല്യാണ സംബന്ധമായിട്ട് എന്തൊക്കെ വേണോ അതൊക്കെ എൻ്റെ വാപ്പ ഏൽപ്പിച്ചെന്ന. അന്ന് ഞാൻ പറഞ്ഞു, പടച്ചോനെ, ഒരു വാപ്പുള്ളതിൻ്റെ വില എനിക്ക് ഇപ്പോഴാ തിരിഞ്ഞ്. ഒരു വാപ്പനെ തന്ന റബ്ബേ, എത്ര കാരുണ്യവാനാന്ന് ഞാൻ അന്ന് അൽഹംദുലില്ലാ പറഞ്ഞു. ഒരു വാപ്പല്ലാത്തവന്റെ ഒറ്റക്കുള്ള പെനക്കേട് കണ്ടപ്പോ, ഒരു കയ്യും കാലും ഇല്ലാതെ ഓട്ടിസം ബാധിച്ച ഒരു ജ്യേഷ്ഠന്റെ സങ്കടം കണ്ടപ്പോ വീണ്ടും ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു. കാരണം എൻ്റെ ഭാര്യനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ പെങ്ങളും എൻ്റെ അമ്മയും, പെങ്ങള് ചെന്നു കൂട്ടിക്കൊണ്ടുവന്ന് ഉമ്മാനെ ഏൽപ്പിച്ചു. ഉമ്മ അവളെയും കൂട്ടിയിട്ട് അകത്തേക്ക് പോയിട്ടുണ്ട്. പക്ഷെ ആ ചെറുപ്പക്കാരൻ പറയാ, പെണ്ണിനെ കൂട്ടാൻ പോകണം, ഞാനൊരു ചെറിയ വണ്ടി എടുത്തിട്ടുണ്ട് വാടകയ്ക്ക്. ഞാൻ നോക്കുമ്പം നമ്മളെ ഭാഷയെ പറഞ്ഞാൽ 4 അക്കറുള്ള ചെറിയൊരു വാഗണർ കാറാ, ബെൻസ് ഇല്ല, BMW ഇല്ല, പടപടോ പൊട്ടുന്ന സൗണ്ടുള്ള നാട്ടുകാരെ കൊണ്ട് വാപ്പാനെ വിളിപ്പിക്കുന്നു, ഒരു തോരണവും ഇല്ല. ഓൻ പറഞ്ഞു അതിൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയതാ, കൂടെ പോരാന്ന് പറഞ്ഞിട്ട് അമ്മായിൻ്റെ മോള് ഓളെ കൂട്ടിക്കൊണ്ടുവരാൻ. ആയുസ്സുള്ള ഒരു പെങ്ങളെയും അമ്മനെയും തന്ന ഞാൻ പടച്ചോനോട് പറഞ്ഞു അൽഹംദുലില്ലാ എന്ന്. വീണ്ടും ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു. എന്തിനാണെന്നറിയോ? ഭക്ഷണ ഹാളിലേക്ക് വന്ന ഓരോരുത്തർക്കും എൻ്റെ 6 അമ്മമാരും 3 അളാപ്പാരും ഒരാളെപ്പോലും ശ്രദ്ധിക്കാതിരുന്നിട്ടില്ല. എല്ലാവർക്കും ഇരുത്തി ഭക്ഷണം കൊടുത്തു. അവരാദ്യം പറഞ്ഞിട്ടുണ്ട്, ഭക്ഷണ ഹാളിൽ ഇനി ശ്രദ്ധിക്കേ വേണ്ട, അത് ഞാളേറ്റ്. 6 അമ്മമാർ എൻ്റെ അമ്മക്കുള്ളത്, ആങ്ങളാരുള്ളത്, 3 എളാപ്പാർ എൻ്റെ വാപ്പ കനിയന്മാരായിട്ട് ഏട്ടന്മാരായിട്ടുള്ളത്. 9 ആളും കൂടി കല്യാണത്തിന്റെ പറമ്പിൽ വന്നവർക്ക് ഇരുത്തി നല്ല റാഹത്തിൽ ഭക്ഷണം കൊടുത്ത് ഭംഗി പറഞ്ഞയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അൽഹംദുലില്ലാ. ഇതൊക്കെ നോക്കാൻ ഒരു അമ്മോനും എളാപ്പയൊക്കെ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ പഠിച്ചോണ്ട് ഒരു നിയമത്താണ്. വീണ്ടും ഞാൻ അൽഹംദുലില്ലാ പറഞ്ഞു. എന്തിനാണെന്നറിയോ? വന്ന ഓരോരുത്തരും അകത്തേക്ക് കയറുമ്പോഴേക്കും ഉമ്മറത്ത് മുറ്റത്തേക്ക് എത്തുമ്പോഴേക്കും എൻ്റെ 2 അനിയന്മാരുണ്ട്, ഇരട്ടകളാ. ഒരു കയ്യിലെ ട്രേ പിടിച്ചിട്ട് ഇങ്ങനെ പറന്ന് നടന്നത് എല്ലാവർക്കും വെള്ളം കൊടുക്കാൻ. ഒരാൾ പോലും വെള്ളം കിട്ടാണ്ട് അവിടുന്ന് പോയിട്ടില്ല. ഞാൻ പറഞ്ഞു പടച്ചോനെ, ഇതൊക്കെ ഇങ്ങി തന്ന നിയമത്തായിരുന്നു. ഇതൊന്നും ഇല്ലാത്തൊരു തന്റെ സങ്കടം ആലോചിച്ച് നോക്കി മനുഷ്യരെ. ഇതൊക്കെ പടച്ചോനിക്കും വെക്കും തന്നിട്ടും നമ്മക്കതിന്റെ വില തിരിഞ്ഞിട്ടില്ല, നമ്മക്കതിന്റെ മഹത്വം തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താ ഇന്ന് സംഭവിച്ച്? കല്യാണത്തിന് വന്നോനൊക്കെ ഭക്ഷണം കിട്ടിയിട്ടാണോ പോകുന്നത്, കിട്ടാണ്ടാണോ പോകുന്നത്? അല്ലാഹു ആലം. ചിന്തിക്കലുണ്ടോ? എരന്നു തിന്നിട്ടും കൊഴിവ് നിന്നിട്ടും പിടിച്ചു വാങ്ങിയിട്ടും വെപ്രാളപ്പെട്ടിട്ടും നടന്നും സംസാരിച്ചും തിന്നു തീർക്കുന്നോലാ നമ്മളെ മഹല്ലില്. അതിനേക്കാളേറെ വിവാഹത്തിന്റെ അതവില്ലായ്മ, വിവാഹത്തലേന്നുള്ള ഗാനമേള ട്രൂപ്പുകൾ, അതിനേക്കാളേറെ സമൂഹത്തെ കൊണ്ട് പറയിപ്പിക്കുന്ന രീതിയിലുള്ള അനാചാരങ്ങൾ. ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. ഒരു കുടുംബം നമ്മൾ ഭംഗിയിൽ കൊണ്ടടക്കുമ്പോൾ ആ പടച്ചോ നമുക്കൊരു നിയമത്ത് തരിക. കാരണം അല്ലാഹ് ദുനിയാവിൽ മനുഷ്യരോട് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കാൻ കൽപ്പിച്ചത് ഓന്റെ കുടുംബ. ഇന്ന് ചില ഭാര്യമാരൊക്കെ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയും, കൗൺസിലിംഗ് ഒന്നും നടത്താറില്ലെങ്കിലും അവരിൽ ചിലരൊക്കെ സങ്കടം പറയാൻ വേണ്ടി വിളിക്കും. എന്നോട് പറയും, പിയാപ്പിള നല്ല ദീനാ മൗലവി. ഞാൻ പറയും അൽഹംദുലില്ലാ. അപ്പോൾ അറിയാം അൽഹംദുലില്ലാ പറയാൻ നിൽക്കട്ടെ. എന്തേ? ദീനേ ഉള്ളൂ, നല്ല സ്വഭാവമല്ല. മുക്കത്താ ദേഷ്യം. ഒന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തേന് തെറിയാ വിളിക്കുക. ആള് സുബഹിക്കൊക്കെ പോകും, ആളെ ഇടയ്ക്കിടയ്ക്ക് ഖുർആൻ ഓതും, ആള് നല്ല മനുഷ്യനാ നാട്ടുകാരെ കണ്ണില്. പൊരെ കയറിയ ഒരു സ്വൈര്യവും ഇല്ല. വാ തുറന്ന ഇങ്ങനെ ഒരു കുത്തുവാക്കും കുത്തിത്തിരിപ്പ് വർത്താനവും പറയുന്ന ഒരു മനുഷ്യനും വേറല്ല. അതിന്റെ അർത്ഥം ഓന് ദീനുണ്ട് എന്നല്ല, ഓനൊരു ചുക്കൂല്ല എന്നാണ്. ചിലർ പറയലില്ലേ പെണ്ണുങ്ങളൊക്കെ നല്ല പെണ്ണുങ്ങളാ, എന്തേ കുഴപ്പം? വേഗം ചൂടാവും, വേഗം ദേഷ്യം പിടിക്കും. ദേഷ്യം പിടിച്ചാ പിന്നെ ഓളെ കിട്ടൂല. പക്ഷെ ഓള് ചന്ദ്രാപ്പിനി ഖുർആൻ ക്ലാസ്സിനൊക്കെ പോകലുണ്ട് കേട്ടോ. എന്നെക്കാട്ടൊക്കെ നല്ല ഈമാനാ. അതാണോ ഈമാൻ? നബീന്റെ അരികിൽ വന്നിട്ട് ഒരു സഹാബി ചോദിച്ചു, നബി ഔസീനി ബിൽ ജന്ന, എനിക്ക് സ്വർഗം കിട്ടണം, എന്നെ ഒന്ന് ഉപദേശിക്ക്. നബി എന്താ പറഞ്ഞത്? ലാ തഅളബ്, കോപിക്കരുത്. ദേഷ്യം എനിക്കുണ്ടോ? എനിക്ക് നല്ല മുസ്ലിം ആവാൻ പറ്റൂല, എനിക്ക് നല്ല ദീനോട് ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ട് ആ കുടുംബത്തിൽ നിങ്ങൾ ഗൗരവത്തോടെ സൂക്ഷിക്കണം എന്ന് പറയുന്നത്. മദീന പള്ളിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരായത്തോതുമ്പോ പിൻഭാഗത്തുനിന്ന് സഹാബാക്കളൊക്കെ ബോധം കെട്ടുവീകും.
അവസാനം നിസ്കാരം വീട്ടി സലാം വീട്ടി കയ്യിൽ അല്പം വെള്ളം എടുത്ത് ബോധം കെട്ട് കിടക്കുന്ന സഹാബത്തിന്റെ അരികിൽ വന്ന് നബി ഇങ്ങനെ മുഖത്ത് വെള്ളം തെളിക്കുമ്പോൾ ഞെട്ടി എഴുന്നേറ്റ് അവരിങ്ങനെ കണ്ണു തുറിക്കും. റസൂല് ചോദിക്കും, എന്തേ സഹാബത്തെ, പട്ടിണി കൊണ്ടാണോ? ഭക്ഷണല്ലേ കഴിക്കാൻ, പട്ടിണി കൊണ്ടാണോ നിങ്ങൾ ബോധം കെട്ട്? അവര് മേൽക്കുപ്പായം ഉയർത്തി കാണിച്ചു എന്നാ. റസൂലുള്ള കണ്ണീരോടെ കണ്ടു. പരന്ന പാറക്കല്ലുകൾ വയറ്റത്ത് ഇങ്ങനെ ഈത്തപ്പന നാരുകൊണ്ട് മുറുകി കെട്ടി വെച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, നബിയെ, സുജൂദ് പോകുമ്പം വീണു പോകാതിരിക്കാൻ, റുക്കൂഇൽ പോകുമ്പം തളർന്നു വീണുകൊണ്ടിരിക്കാൻ ഈ പാറക്കല്ല് വിശപ്പിനെ അതിജീവിക്കാൻ ഞങ്ങളെ പര്യാപ്തമാക്കും. അപ്പൊ നബി ചോദിച്ചു, പിന്നെ എന്താ നിങ്ങൾ ബോധം കെട്ട്? അവർ പറഞ്ഞു, റസൂൽ, നിങ്ങൾ ഓതി ആയത്ത് കേട്ടപ്പോ നെഞ്ചിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പെടച്ചിൽ വന്നതുപോലെ എന്തൊക്കെയോ ചിന്തിച്ചു പോയി നബിയെ. അവസാനം ഹൃദയത്തിന്റെ ചലനം നിലച്ചതുപോലെ തോന്നി. ഞങ്ങൾ അറിയാതെ ബോധം കിട്ടുകയതാ. സഹാബാക്കൾ ഏറ്റവും കൂടുതൽ കരയിപ്പിച്ച ആയത്ത് ഏതാണെന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹൻ നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, അള്ളാന്റെ മുൻപിൽ തെറ്റി ചേർത്ത് വെച്ച് നമസ്കരിക്കുന്ന മുസ്ലിമീങ്ങളെ, ഇന്ന് വരെ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത മുഅ്മിനീങ്ങളെ, ഒരാൾക്ക് നേരെയും മന്ത്രിച്ചൂതി കെട്ടാൻ കൈ കൊടുക്കാത്ത മുഅ്മിനീങ്ങളെ, അള്ളാഹുവിന്റെ റമളാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുന്ന മുഅ്മിനീങ്ങളെ, കഅബാലയം തവാഫ് ചെയ്യുന്ന മുഅ്മിനീങ്ങളെ, അള്ളാന്റെ കലാം ഖുർആനിനെ അംഗീകരിക്കുന്ന മുഅ്മിനീങ്ങളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെ അള്ളാന്റെ നരകത്തിൽ നിന്നും കാത്തുകൊള്ളണേ. തൊട്ടടുത്ത വാക്കിലൂടെ റബ്ബ് പറഞ്ഞു പോരാ, നിങ്ങളെ മാത്രമല്ല, വഅഹ്ലീകും നാറാ, നിങ്ങളെ റബ്ബ് വിശ്വസിച്ചേൽപ്പിച്ച കുടുംബത്തെയും നിങ്ങൾ അള്ളാന്റെ നരകത്തിൽ നിന്ന് കാക്കണം. കുടുംബത്തെ സ്നേഹിച്ച് കാക്കണം, കുടുംബത്തോടുള്ള കടമ ചെയ്ത് കാക്കണം. ആ കുടുംബത്തിൽ നിന്ന് തിരിച്ചു കിട്ടാനുള്ളതും നിങ്ങൾ ആഗ്രഹിക്കണം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ഞാൻ പള്ളിക്ക് പോകലുണ്ട്, മക്കളെവിടെ? ഞാൻ ഖുർആൻ ഓതലുണ്ട്, മക്കളെവിടെ? ഞാൻ എൻ്റെ ഖുർആൻ ക്ലാസ് പങ്കെടുക്കാറുണ്ട്, മക്കളെവിടെ? ഞാൻ പർദ്ദ ധരിച്ചിട്ടേ കല്യാണത്തിന് പോലുള്ളൂ, മക്കളെവിടെ? ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിന്റെ നിസ്സാരമായൊരു ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് നീ പോലും ചിന്തിക്കാത്ത കോലത്തിൽ നിന്റെ പെണ്ണിന്റെ ഉദരത്തിന്റെ അകത്തളങ്ങളിൽ അള്ളിപ്പിടിച്ച അലക്കയായി, മുതുകയായി, മാംസപിണ്ഡമായി നീ ആഗ്രഹിക്കുന്ന ആണായി, പെണ്ണായി ഒരു പ്രയാസവും വരുത്താതെ, ഒരു അംഗവൈകല്യവും വരുത്താതെ, ഒരു മുച്ചിറി എന്ന പരീക്ഷണം പോലും തരാതെ, കാലുകൊണ്ട് നടക്കാനും, കണ്ണുകൊണ്ട് കാണാനും, ചെവി കൊണ്ട് കേൾക്കാനും, നാവുകൊണ്ട് സംസാരിക്കാനും അവർക്ക് തണലൊരുക്കുന്ന ഒരു വീടെന്ന മഹാസ്വർഗം പോലും നിനക്കല്ല തന്നിട്ടുണ്ടെങ്കിൽ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, അവരെ നരകത്തിന്റെ അഗ്നിയിൽ നിന്നും നിനക്ക് കാക്കാൻ പറ്റിയിട്ടുണ്ടോ? അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅ്സൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഒരു വാപ്പാന്റെ കരച്ചിലിനും രക്ഷപ്പെടുത്താനാവാത്ത, ഒരു ഉമ്മാന്റെ ഹൃദയം പൊട്ടിയ കരച്ചിലിനും രക്ഷ നൽകാൻ പറ്റാത്ത കഠിനരായ ശക്തരായ മലക്കുകൾ കാവൽ നിൽക്കുന്ന ആ നരകത്തിയിൽ നിന്ന് നീ നിന്റെ കുടുംബത്തെ, ഓന്റെ മക്കൾ എങ്ങനെയോ ആയിക്കോട്ടെ, ഓന്റെ മക്കൾ എന്താ ലിഗൻസ്, ഓന്റെ മക്കൾ എന്താ മുടി നീട്ടിയത്, ഓന്റെ മക്കൾ എന്താ പള്ളിക്ക് വരാത്ത്, ഓന്റെ പെൺകുട്ടികൾ എന്താ നെരിയാണിക്ക് മേലെ പാന്റ് ഉടുത്ത്, ഓന്റെ പെൺകുട്ടികൾ എന്താ ലിപ്സ്റ്റിക് ഇട്ട്, ഓളെ കുട്ടികൾ എന്താ അങ്ങനെ ഇട്ട് എന്ന് നിങ്ങൾ നോക്കേണ്ടതില്ല. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ലെങ്കിലും എന്റെ മോള് സുബഹിക്ക് എഴുന്നേറ്റിട്ടുണ്ടോ, എന്റെ മകള് ഖുർആൻ ഓതിയിട്ടുണ്ടോ, എന്റെ മോൻ സുബഹി ജമാഅത്തിന് നിന്റെ കൂടെയുണ്ടോ, ഓന് മാർഗം കാണിച്ചു കൊടുക്കുന്ന തരത്തിൽ 5:10 ബാങ്കിന് നീ എഴുന്നേറ്റിട്ടുണ്ടോ, നിന്റെ ഭാര്യനെ നീ വിളിച്ചുണർത്തിയിട്ടുണ്ടോ, നിന്റെ മക്കൾക്ക് നീ ഇമാമായിട്ടുണ്ടോ, നീ ഓതുന്ന ഓത്ത് നിന്റെ മകൻ കേട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. നബിയെ, അത് കേൾക്കുമ്പോ നെഞ്ചിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു പെടച്ചില്, രോമങ്ങൾക്കൊക്കെ ഒരു കുളിര്, ഞങ്ങൾ ബോധം കെട്ടു പോകുന്നത് പോലെ തോന്നുന്നു നബിയെ എന്ന് സഹാബാക്കൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ എനിക്കും ഒക്കെ ചോദ്യം ചെയ്യപ്പെടാനുള്ളതാ. അത് അള്ളാന്റെ പ്രവാചകനും സഹാബത്തിനും മാത്രല്ല, ഞാനുങ്ങളും ഒക്കെ ഈ ചോദ്യം നേരിടാതെ
അള്ളാന്റെ മഹ്ശറയിൽ ഒരടി മുൻപോട്ട് നീങ്ങൂല. അതുകൊണ്ടാ പ്രവാചകൻ ആവർത്തിച്ച് പഠിപ്പിച്ചതും കുടുംബത്തെ നിങ്ങൾ ഗൗരവത്തോടെ സ്വീകരിക്കണം കേട്ടോ. ഇന്നെന്താ പല കുടുംബത്തിന്റെ അവസ്ഥ? പിണക്ക, മൊത്തത്തിലുള്ള കുടുംബം ഫുള്ള് പിണക്കില, തമ്മിലടിയ. എന്നിട്ട് അതൊക്കെ ഒരു ഫാഷന്റെ വർത്താനല്ല. നാട്ടുകാരൊക്കെ വിളിച്ച് അനിയനൊരു നിക്കാഹ് സംഘടിപ്പിച്ചിട്ടുണ്ടല്ലോ, എന്നെ അവിടെ കണ്ടില്ല. അതിങ്ങൾക്ക് അറിഞ്ഞൂടെ? അന്ന് വല്യാപ്പ മരിച്ചപ്പോ വാപ്പ മരിച്ചപ്പം വീത വെച്ച സ്വത്തിന്റെ പേരിൽ ഞാൻ 1 2 പറഞ്ഞു പിണങ്ങിയതാ. ഞാൻ അങ്ങോട്ട് പോലില്ല, ഓലാരും ഇങ്ങോട്ടും വരലില്ല, ഞാൻ പങ്കെടുത്തിട്ടില്ല. ഇത് വലിയ അഭിമാന വർത്താന. ഞാൻ അങ്ങനത്തെ ഇതിനൊന്നും പങ്കെടുക്കാൻ പോവില്ല. ഓൻ്റെ അടുത്ത് വരട്ടെ, എന്നോട് മാപ്പ് അറിയട്ടെ. എന്തിനാപ്പ ദുനിയാവില് മാപ്പ്? 10-60 കൊല്ലം ജീവിക്കുന്നതിന്റെ ഇടയ്ക്ക് ഒരു മാപ്പ് എന്തിനാ എനിക്ക് ജയിക്കാൻ? എന്നാ നബി തങ്ങൾ പറഞ്ഞ എന്താ? ഈ ഓന് മാപ്പ് എടുത്തോ, തെറ്റ ഓന്റെ ഭാഗത്താണെങ്കിലും പടച്ചോൻ എന്റെ കൂടക്കും. ഈ കൊടുക്കാൻ വിചാരിച്ചതിനേക്കാൾ ഇരട്ടി അള്ള കൊടുത്തോളും. ഇത് പഠിപ്പിച്ച നമ്മക്ക് ആ കുടുംബത്തിൽ ആ പിണക്കം മാറ്റി ക്ഷമയോടെ വിട്ടുവീഴ്ചയോടെ നമ്മളെ ഭാഗം ശരിയാക്കാൻ പറ്റുന്നില്ലേ? പിന്നെ ഈ നിസ്കാരവും നോമ്പും ഒക്കെ നമുക്ക് വലിയ റാഹത്തായിരിക്കുന്നൊന്നും വിചാരിക്കണ്ടോ. ചില ആൾക്കാരൊക്കെ പള്ളിയിൽ 1-ാമത്തെ സഫിലുണ്ടാകും. ഞാൻ ആക്ഷേപിക്കല്ല, പക്ഷെ കുടുംബത്തിൽ ആങ്ങളായിട്ട് തെറ്റ്, പെങ്ങന്മാരായിട്ട് തെറ്റ്, മൂത്താപ്പാരായിട്ട് തെറ്റ്, അയൽവാസിയായിട്ട് തെറ്റ്, ഇതൊക്കെ മനസ്സ് കൊണ്ടടക്കുക. ഓരോരുത്തരും എത്രയോ കുടുംബങ്ങളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക. പക, വെറുപ്പ്, ഈഗോ, അതിന്റെ പേരിലുള്ള പൊങ്ങച്ചം, ഇതൊക്കെ കാണിക്കുന്നതും ആര് തന്നതാ? അല്ല തന്ന മുതൽ കാണിച്ചിട്ട്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ, അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. ഒന്നുകിലും മക്കൾ കാണിച്ചിട്ട് പറയും, എനിക്ക് മക്കളൊക്കെ കെട്ടിച്ചിക്ക് ഉള്ള 3 പെണ്ണും ഒരാണുവാ, 3 പെൺകുട്ടികളെ പിയ്യാപ്പിളാരും നല്ല ഐറ്റിങ്ങളാ. ചെറിയോൻ ഇപ്പൊ ഗൾഫിൽ പോയി ബിസിനസ് തുടങ്ങി, തരക്കേടില്ല, തറവാട് പൊളിച്ചിട്ടിട്ടുണ്ട്, ഭാര്യത്തെ പൊരണ്ടാക്കി, കാറും വാങ്ങിക്കി. പിന്നെ ഇപ്പൊ പടച്ചോൻ വിളിച്ചാ അങ്ങ് പോണം, പള്ളിയായിട്ട് കഴിഞ്ഞു കൂടുക. ഞാൻ ഈ പവറാ. അതിൻ്റെ ഇടക്ക് കുടുംബക്കാരായിട്ട് പിണക്കുണ്ടോ? എൻ്റെ അടുത്ത് വന്നോട്ടെ. ഞാനൊക്കെ ചില കുടുംബത്തില് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് കേൾക്കുമ്പോൾ നമ്മളെ മഹലിലും അല്ലാത്തടത്തും ഒക്കെ അങ്ങനെ ഒരു മധ്യസ്ഥത്തിന് പോവും. ആ പോകുന്ന സമയത്ത് ചിലര് പറയുന്ന ചില വാക്കുണ്ട്, നിങ്ങളതിന് മെനക്കെടണ്ട, അതങ്ങനെക്കട്ടെ, ഇത് നിങ്ങളതിന് മെനക്കെടണ്ട, അതങ്ങനെക്കട്ടെ, അത് സമയമാകുമ്പോൾ ഞങ്ങൾ അങ്ങ് നന്നായിക്കോളാം. സമയം ആയിട്ടില്ലെങ്കിലോ? ആവാനുള്ള സമയം അല്ല നിങ്ങൾക്ക് തന്നിട്ടില്ലെങ്കിലോ? എത്ര മനുഷ്യന്മാരാവാതെ വർഷം കൊണ്ടുപോയിട്ടുണ്ട്. അവസാനം പള്ളീന്റെ മുൻഭാഗത്തുനിന്ന് മയ്യത്തുസ്കാരവും കഴിഞ്ഞ് കട്ടിലും എടുത്തു പോകുമ്പോ ബേക്കെന്ന് ചില കാരണവന്മാര് പറയും, പോണ പോക്കുണ്ടോ, എന്തൊക്കെയാപ്പ കാണിച്ചു കൂട്ടീന്? പെങ്ങളെ കേസ് എടുത്തു, അളിയനെ നോട്ടുമലിട്ട് ചീത്തറിഞ്ഞു, കാരണവരെ തെറി വിളിച്ചു. ആയ കാലത്ത് നാട്ടുകാരൊക്കെ വെറുപ്പിച്ചു. ഒരു ഓലന്റെ കഷണം പോലും മറ്റൊരാൾക്ക് കൊടുത്തിട്ടുമില്ല. അവസാനം പോണ പോക്കുണ്ടോ, 3 വെള്ളത്തുണി, ഇത്രേ ഉള്ളൂ. നമ്മൾ സമയം നീട്ടിച്ചാലും പടച്ചോൻ നമുക്ക് സമയം നീട്ടിത്തരണമെന്നില്ല. ഓനൊരു കുടുംബം നന്നാണ്ടല്ലോ, അതുകൊണ്ട് അള്ള നിശ്ചയിച്ചോന്റെ ആ മരണം പടച്ചോൻ കുറച്ചങ്ങ് നീട്ടട്ടെ എന്ന് വിചാരിക്കൂല. എന്നാ കുടുംബം ചേർത്ത അള്ളാ സമയം നീട്ടിത്തരുന്നു നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ദീർഘായുസ് വേണോ? കുടുംബം ചേർത്തോ. നിങ്ങൾക്ക് ഉപജീവനം വിശാലാവണോ? കുടുംബം ചേർത്തോ. അതല്ലാതെ ഞമ്മക്ക് നന്നാവാൻ പടച്ചോൻ അവസരം തരുന്ന, എനിക്ക് ഇന്ന് നന്നാവാൻ അള്ള ഇന്നൊരു ദിവസം കൂടി തരും എന്ന് ചിന്തിക്കല്ലേ. എത്രത്തോളം എന്ന് ചോദിച്ചാൽ അള്ളാന്റെ നബി കൊടുക്കുന്ന ബന്ധങ്ങളെയൊക്കെ ഒരു സ്ഥാനം നിങ്ങൾക്കറിയാലോ. ഇസ്ലാമിക ലോകത്ത് ബദർ യുദ്ധം ബദറിൽ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ബദർ യുദ്ധത്തിൽ നബിയുടെ കൂടെ അന്ന് സഹാബാക്കളൊക്കെ ഉണ്ട്. പക്ഷെ ആ 314-13 സഹാബാക്കളിൽ ഒരാളില്ല, പ്രസിദ്ധനായ ഒരാൾ. ആരാ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ. നബി തങ്ങളുടെ മകളുടെ ഭർത്താവ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ യുദ്ധത്തിന് വന്നിട്ടില്ല. ഇസ്ലാമിക ലോകത്തുള്ള യുവാക്കളെ ഒക്കെ പെറുക്കിയെടുത്തിട്ടാണ് നബി തങ്ങൾ പോയത്. ആ നിർണായക യുദ്ധത്തിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ നബി തങ്ങൾ കൂടെ കൂട്ടിയില്ല. എന്താ കാരണം? ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാരമോൾ റുഖിയ ബീവി അന്ന് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുക. 26 27 വയസ്സേ ഉള്ളൂ അന്ന് റുഖിയ ബീവിക്ക് എന്തെന്നറിയാത്തൊരു സുക്കേട്. അള്ളാന്റെ നബി തങ്ങൾ ഇസ്ലാമിക ലോകത്ത് യുദ്ധത്തിന് പങ്കെടുക്കരുത്, വരാൻ പാടില്ല എന്റെ കൂടെ എന്ന് 2 കൂട്ടർക്ക നിർദ്ദേശം കൊടുത്ത്. ഒരു കൂട്ടരാരാ? വൃദ്ധരായ വാപ്പയുമ്മയും വീട്ടിലുള്ളവരാണോ? നിങ്ങൾ വരാൻ പാടില്ല. ഫജാഹിദുഹുമാ, ആ 2 ആൾക്ക് വേണ്ടി അവരോട് നന്മയോടെ പെരുമാറലാണ് നിങ്ങളെ ജിഹാദിന്റെ കൂലി. ഇസ്ലാമിക ലോകത്ത് വരരുത് എന്ന് റസൂൽ പറഞ്ഞത്, ഒന്ന് വാപ്പയുമ്മയും വയസ്സായിട്ടുണ്ടോ, ഈ യുദ്ധത്തിന് വരാൻ പാടില്ല. അതിൽ തന്നെയുണ്ട് എത്രത്തോളം നബി തങ്ങൾ കുടുംബം നോക്കാൻ കൽപ്പിച്ചു എന്നുള്ളത്.
ഉമ്മനെയും ബാപ്പനെയും നോക്കാൻ കൽപ്പിച്ചു എന്നുള്ളത്. രണ്ടാമത്, ഭാര്യ അസുഖക്കാരിയാണോ, ഭർത്താവ് വരാൻ പാടില്ല. കാരണം ഭാര്യക്ക് ചിലതൊക്കെ ചെയ്തു കൊടുക്കണേ പിയാപ്പിള എന്നെ വേണം. അത് മക്കളുണ്ടായിട്ടും കാര്യമല്ല, ആൺകുട്ടികൾ ഉണ്ടായിട്ടും കാര്യമല്ല. അതുകൊണ്ട് തന്നെ റുഖിയ ബീവിക്ക് സുക്കേട്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ യുദ്ധത്തിന് പോയില്ല. അവസാനം ബദർ യുദ്ധത്തിന്റെ വിജയവാർത്തയുമായി സഈദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് ഓടിക്കതച്ച് വന്നപ്പോൾ കാണുന്നത് മരിച്ചു കിടക്കുന്ന റുഖിയ ബീവിയുടെ മയ്യത്തിന്റെ അരികിൽ ഇരുന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കരയുന്നതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ചോദിച്ചു, സയ്യിദേ, അള്ളാന്റെ റസൂല് വരുമോ മോളെ മയ്യത്ത് നിസ്കരിക്കാൻ? സഈദ് റളിയല്ലാഹു അൻഹു വിങ്ങി പൊട്ടിയിട്ട് പറഞ്ഞു, പല സഹാബാക്കളുടെയും കൈകാലുകൾ വേർപെട്ടിട്ടുണ്ട് ഉസ്മാൻ. നബി തങ്ങൾ അവരെ ശുശ്രൂഷിക്കുകയാണ്. അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് റുഖിയയെ മറമാടാം. ഉസ്മാൻ ഇബ്നു അഫ്ഫാനും സഈദ് റളിയല്ലാഹു അൻഹുവും വൃദ്ധരായ കുറച്ച് സഹാബാക്കളും കൂടി റുഖിയ ബീവിന്റെ മയ്യത്ത് മറമാടി. ആ കബറിന്റെ മേലെയുള്ള മണ്ണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൈകൊണ്ട് പതുക്കെ അങ്ങനെ തട്ടി വെക്കുന്ന സമയത്ത് ദൂരത്ത് നിന്ന് ഓടിക്കതച്ച് നബി തങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. കണ്ണുനീരോടെ മകളുടെ കബറിന്റെ അരികിൽ വന്ന് റസൂല് പറയുന്നുണ്ട്, എൻ്റെ ഖദീജയെ പോലെയായിരുന്നു റുഖിയ. എൻ്റെ ഖദീജയുടെ മുഖമായിരുന്നു എൻ്റെ റുഖിയാക്ക്. എൻ്റെ റുഖിയ ഒരുപാട് വേദനിച്ചിട്ടുണ്ട് റബ്ബേ. അതുകൊണ്ട് റബ്ബേ, എൻ്റെ മോളെ അള്ളാഹുവിൻ്റെ ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയിൽ അവളെ വീണ്ടും കണ്ടുമുട്ടാൻ നീ എനിക്ക് അവസരം തരണട്ടോ റബ്ബേ. എൻ്റെ മോളെങ്ങി കാക്കണേ റബ്ബേ എന്നും പറഞ്ഞ് ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ അരികിലിരിക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ തോളത്ത് റസൂൽ പതുക്കങ്ങനെ തട്ടും. എന്നിട്ട് പറയും, ഉസ്മാനെ കരയരുത്, എൻ്റെ റുഖിയാക്ക് പകരം ഓളനിയത്തി ഉമ്മു കുൽസൂനെയും നിനക്ക് ഞാൻ വിവാഹം ചെയ്തു തരും. എനിക്കറിയാം ഉസ്മാൻ അത്രക്ക് ഭംഗിയിലങ്ങി എൻ്റെ മോളെ നോക്കിയത്. അതുകൊണ്ട് എൻ്റെ ഉമ്മു കുൽസൂനെയും നിനക്ക് ഞാൻ തരും ഉസ്മാൻ. നമ്മളൊന്ന് ആലോചിച്ചു നോക്കും, നമ്മളെ പെണ്ണുങ്ങൾ മരിച്ച് ഓളെ വാപ്പ എന്തേക്കും പറയാ, ഇനി ഇൻ്റെ കുടുംബത്തിൽ നിന്ന് ഒന്നും കൂടി എനക്കോ എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് കുടുംബത്തിൽ നമ്മളെ നിലവാരാ. റസൂലുള്ള കൊടുക്കുന്ന ബന്ധങ്ങളെ സ്ഥാനാണ്. നിങ്ങൾ വേറൊന്ന് ചിന്തിച്ചു നോക്കൂ, സമയത്തിന്റെ പരിമിതിയുണ്ട്. എന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദീനുമായി മുസ്ലിം ഉമ്മത്തിലേക്ക് വന്നപ്പോ നബിത്തങ്ങളിൽ പലരും വിശ്വസിക്കാതിരുന്ന ആദ്യ കാലഘട്ടത്തിൽ പ്രവാചകനിൽ വിശ്വസിച്ചിരുന്ന ഒരു വൃദ്ധയായ ഉമ്മ ഉണ്ടായിരുന്നു, ഫാത്തിമ ബിൻത്ത് അസദ്. ആരാ ഈ ഫാത്തിമ ബിൻത്ത് അസദ് എന്നറിയോ? പ്രവാചകനെ സംരക്ഷിച്ചിരുന്ന അബൂ ത്വാലിബിന്റെ ഭാര്യ, അലി ഇബ്നു അബീ ത്വാലിബിന്റെ ഉമ്മ ഫാത്തിമ ബിൻത്ത് അസദ്. നബിത്തങ്ങളെ വാപ്പ മരിച്ചു, അഥവാ ഉമ്മയും മരിച്ചപ്പോ പിന്നെ ആ റസൂലിനെ 6ാമത്തെ വയസ്സിൽ സ്വന്തം മോനെ പോലെ നോക്കിയത് ഫാത്തിമ ബിൻത്ത് അസദ് എന്ന അബൂ ത്വാലിബിന്റെ ഭാര്യ. നബിക്ക് നുബുവത്ത് കിട്ടിയപ്പം ആദ്യം വിശ്വസിച്ചവരുടെ കൂട്ടത്തിൽ ഈ ഫാത്തിമ ബിൻത്ത് അസദും വിശ്വസിച്ചു. ഫാത്തിമ ബിൻത്ത് അസദ് അബൂ ത്വാലിബിനോട് പറഞ്ഞു, എന്റെ മുഹമ്മദ് ഒരിക്കലും കളവ് പറയൂല, മുഹമ്മദിൽ ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. പക്ഷെ അബൂ ത്വാലിബ് കുറ്റപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ടായിരുന്നു അബൂ ത്വാലിബ് മരിക്കാൻ നേരത്തെ റസൂല് വന്ന് പറഞ്ഞതും, എളാപ്പാ നിങ്ങൾ ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയളാപ്പാ, കാരണം ഉമ്മ ഫാത്തിമാന്റെ കൂടെ നിങ്ങളെയും സ്വർഗത്തിൽ എനിക്ക് കാണണം എളാപ്പാന്ന്. പക്ഷെ അബൂ ത്വാലിബ് അത് പറഞ്ഞില്ല എന്നുള്ളത് സത്യം. ആ ഫാത്തിമ ബിൻത്ത് അസദ് നബിത്തങ്ങൾ ജീവിച്ചിരിക്കുമ്പോ തന്നെ മരണപ്പെട്ടിട്ടുണ്ട്. ആ ഉമ്മയുടെ മയ്യത്ത് നബിത്തങ്ങളുടെ കട്ടിലിന്റെ കാല് പിടിച്ചു. ഈത്തപ്പന കൊണ്ട് ആഞ്ഞു വെച്ചക്കപ്പെട്ട കട്ടിലിൽ ഒരു കാലും പിടിച്ച് റസൂൽ കരഞ്ഞ് കരഞ്ഞ് ഖബറിന്റെ അരികിലെത്തി. അവസാനം ഖബറിലേക്ക് ഇങ്ങനെ ഫാത്തിമ ബിൻത്ത് അസദ് എന്ന തന്റെ പൊറ്റുമ്മയെ വെക്കാൻ ഒരുങ്ങുന്ന നേരത്ത് റസൂൽ പറഞ്ഞു, ആയിട്ടില്ല. സഹാബാക്കൾ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഖബറിലേക്ക് നോക്കിയിട്ട് റസൂലുള്ള പറഞ്ഞു, ഖബറേ, എന്റെ ഉമ്മാനെ സങ്കടപ്പെടുത്തരുത് കേട്ടോ, അത്രയേറെ എനിക്ക് വേണ്ടി സഹിച്ച ഉമ്മയാണിത്, അത്രയേറെ എനിക്ക് വേണ്ടി സഹിച്ചൊരു ഉമ്മയാണിത്. സ്വന്തം മകൻ അലിക്ക് ഭക്ഷണം കൊടുക്കുന്നതിന്റെ മുൻപ് ഈ ഉമ്മ എനിക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്. സ്വന്തം മകൻ അലിയെ മാറത്തേക്ക് ചേർത്തുറക്കുന്നതിന്റെ മുൻപ് ആ മാറിന്റെ ചൂട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരും പലരും എന്നെ ഒറ്റപ്പെടുത്തി കളിയാക്കിയപ്പോഴും ആ മടിയിൽ ഞാൻ സന്തോഷവും സമാധാനവും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഖബറേ, എന്റെ ഉമ്മാനെ ബേജാറാക്കരുത് കേട്ടോ. ശേഷം ഖബറിലേക്ക് ഇറക്കി വെച്ച് മണ്ണ് വാരിയിടാൻ നേരത്ത് റസൂൽ റബ്ബിനോട് പറഞ്ഞു, നാദാ, എന്റെ ഉമ്മയെ നീ കാത്തോളണം, ഖബറിനെ കൊണ്ട് എന്റെ ഉമ്മാനെങ്ങി കണ്ണീരാക്കരുത് കേട്ടോ. റസൂൽ കൊടുക്കുന്ന ബന്ധങ്ങളി ഒരു സ്ഥാനാണ്. അള്ളാന്റെ ഹബീബ് കൊടുക്കുന്ന ബന്ധങ്ങളി ഒരു പവിത്രതയാണ്. ഇന്നോ 4 മക്കളുണ്ടെങ്കിലും 4 ആളും കൂടി ഉമ്മാനെ വീതം വെക്കുക. 4 ആൺമക്കളാണെങ്കിൽ ആയ കാലത്തൊക്കെ ചില വാപ്പാര് പറഞ്ഞിട്ടുണ്ടാകും, അന്ന് സ്ത്രീധനം കണ്ടപ്പോ 1900 എനിക്ക് 4 ആൺമക്കളെ ഒന്നും പേടിക്കാനില്ല.
അല്ലേ? 4 ആൺമക്കളൊക്കെ ഉള്ളവർ ഒരു കാലത്ത് സന്തോഷിച്ചിരുന്നു. എനിക്ക് 4 ആൺകുട്ടികളാ, കെട്ടിച്ചു വിടേണ്ട ഒരു ബാധ്യത എന്റെ തലയിൽ ഇല്ലാത്തത് കൊണ്ട് ഒരു റാഹത്തുണ്ട്. ഇന്ന് 4 ആൺമക്കൾ ഉണ്ടായിപ്പോയതാ പലർക്കും ബേജാറ്. ഉമ്മ മരിച്ചാ പിന്നെ വേഗം വാപ്പാനെ വീതം വെക്കും, വാപ്പ മരിച്ചാ പിന്നെ വേഗം ഉമ്മാനെ വീതം വെക്കും. 4 വീട്ടിലും കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക. മൂത്തോൾ ഇളയോളോട് പറയും, എന്റെ മാത്രമൊന്നുമല്ലല്ലോ, എന്റെയും കൂടിയല്ലേ, ഈ കൊണ്ടോയിക്കോ. എനിക്ക് ഏറെ വേദന തോന്നിയ ഒരു രംഗണ്ടായിരുന്നു. ഈ കുടുംബത്തിൽ ഒരു മധ്യസ്ഥത പറയാൻ പോയപ്പോ ഒരു മോള് പറഞ്ഞു, ഞാൻ അമ്മാരെ കുറ്റം പറയല്ലോ കേട്ടോ, ഒരു മോള് എന്നോട് പറഞ്ഞു, ഞാൻ ആ മധ്യസ്ഥത്തിന്റെ ഇടക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ പറഞ്ഞു, ഞങ്ങൾ 3 മാസത്തെ കണക്കാ, 90 ദിവസം ഞങ്ങൾ കണക്ക് ആയിക്കോട്ടെ. അപ്പൊ ഒരു മോള് പറയാ, ഫെബ്രുവരിയിൽ 28 ഉള്ളൂ, ഓക്ക് 2 ദിവസം ലാഭം കിട്ടിയതാണ്. ഈ രീതിയിലുള്ള കണക്ക് പറച്ചിലുണ്ട് പല കുടുംബത്തിലും. ആ വീട്ടിന്റെ ഉള്ളിലാ നിക്കാരം നടക്കുന്നത്, ആ വീട്ടിന്റെ ഉള്ളിലാ ഖുർആനോത്ത് നടക്കുന്നത്, ആ വീട്ടിന്റെ ഉള്ളിലാ നോമ്പ് വെക്കുന്നത്. ആരെ കാണിക്കാൻ മനുഷ്യരെ? നിങ്ങൾക്ക് ആരെയാ കണ്ണുപൊടിയിടേണ്ടി? നാട്ടുകാരെയോ? ആരെയാ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടി? അള്ളാന്റെ ഹബീബ് നബി തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞല്ലോ, റിളല്ലാഹി ഫി റിളൽ വാലിദൈൻ. നിങ്ങളെ നമസ്കാരം, നോമ്പ്, നമ്മളെ ഇബാദത്ത്, ഇതൊക്കെ റബ്ബിന് തൃപ്തിയാവണോ എങ്കിൽ റിളൽ വാലിദൈൻ, നിങ്ങളെ മാതാപിതാക്കൾ നിങ്ങളെ തൊട്ട് തൃപ്തരായിരിക്കണം. എന്നാൽ നിങ്ങൾക്ക് അള്ളാന്റെ കോപം കാണണോ? നിങ്ങളെ മാതാപിതാക്കളുടെ കോപമാണ് റബ്ബിന്റെ കോപം. ഇന്നത്തെ കാലഘട്ടത്തിൽ കളിപ്പാട്ടങ്ങളുടെ വില പോലും ചില കുടുംബത്തിൽ ആളുകൾ കൊടുക്കുന്നില്ല. ഞാൻ പറയാറ് എന്റെ മക്കളോട്, 25 കൊല്ലം നിങ്ങളെ ഞാൻ നോക്കും, അപ്പോഴേക്ക് എനിക്ക് 50 വയസ്സാവും. 50 കഴിഞ്ഞാൽ പിന്നത്തെ ഒരു 25 കൊല്ലങ്ങൾ ഇഞ്ഞ നോക്കണം. 25 കൊല്ലം നോക്കിയാൽ മതി, ഒരു 75 വയസ്സ് വരെ. ഒരു 10 കൊല്ലം നോക്കാത്ത മക്കളില്ലേ? ഒരു കൊല്ലം തികച്ചു കൊണ്ടുപോകാൻ മനസ്സില്ലാത്തവരില്ലേ? ഞാൻ ആക്ഷേപിക്കല്ലോ കേട്ടോ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ 1940-കളിലൊക്കെ കത്ത് വന്നു. കോളറയും മാപ്പിള കലാപവും കേരളത്തെ പിടിച്ചു കുലുക്കിയപ്പോ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടിയിട്ട് യത്തീംഖാന തുടങ്ങിക്കൂടെ എന്ന് മുജാഹിദ് പ്രസ്ഥാനം തുടങ്ങി. എലാങ്കോടി യത്തീംഖാന, തിരൂരങ്ങാടി യത്തീംഖാന, പരപ്പനങ്ങാടി യത്തീംഖാന. സുഭിക്ഷമായി യത്തീം മക്കൾ ജീവിക്കുന്നു, ഭംഗിയായിട്ട് അവർക്ക് ഭക്ഷണം കിട്ടുന്നു. ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഓഫീസുകളിലേക്ക് വരുന്ന കത്തുകളിലെ 80% ഉള്ളടക്കം ഒരു വാക്ക. പാതയോര വക്കുകളിലും കടത്തിണ്ടയിലും വീട്ടിന്റെ പോർച്ചിലും മക്കളുടെയും മരുമക്കളുടെയും ആട്ടും തുപ്പുമേറ്റ് മനസ്സറിഞ്ഞ് മക്കളെ ഒന്ന് ശപിക്കാൻ പോലും പറ്റാതെ നെഞ്ചുരുകി ജീവിക്കുന്ന വാപ്പനെയും ഇമ്മനെയും സംരക്ഷിക്കാൻ വേണ്ടി ഒരു അഗതി മന്ദിരം, ഒരു അനാഥ മന്ദിരം, ഒരു ഓൾഡ് ഏജ് ഹോം ഇംഗ്ലീഷിലാക്കിയാൽ മതി, തുടങ്ങിക്കൂടെ എന്ന് ചോദിക്കുന്ന കാലഘട്ടം നമ്മളെ കൺമുൻപിലെത്തി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ കവി റഫീഖ് അഹമ്മദ് പാടിയൊരു പാട്ടുണ്ട്. തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ, ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ. തൊട്ടിലാട്ടിയ കൈകൾ, ഈ കാണുന്ന ഫാൻ ഇല്ലാത്തൊരു കാലത്ത്, ഈ കാണുന്ന സൗകര്യങ്ങൾ ഒന്നുമില്ലാത്തൊരു കാലത്ത് മുണ്ട് മുറുക്കിയെടുത്ത് മക്കൾക്ക് വേണ്ടി ഗർഭം ധരിച്ച് അവസാനം 22 എല്ല് പൊട്ടുന്ന വേദനയോടെ ആശുപത്രി കിടക്കയിൽ രാവും പകലുമില്ലാതെ മക്കൾക്ക് വേണ്ടി ജീവിച്ച് നട്ടപ്പാതിര നേരത്തെ എഴുന്നേറ്റ് കരയുന്ന മകന്റെ അടിഭാഗത്ത് നിന്ന് തുണിയൊന്നു മാറ്റി, നനഞ്ഞ മൂത്രത്തിന്റെ തുണി മാറ്റി ഉണങ്ങിയ തുണി വെച്ചു കൊടുത്ത് ഒന്ന് നല്ലോണം ഉറങ്ങാതെ, ഒന്ന് ഭംഗിയായി ഭക്ഷണം കഴിക്കാൻ പറ്റാതെ, ഒന്ന് സമാധാനത്തിൽ ബാത്റൂമിൽ പോലും പോകാൻ പറ്റാതെ എത്രയെത്ര രാത്രികളിലാ നിന്റെ മാതാവ് നിനക്ക് വേണ്ടി തൊട്ടിലാട്ടിയത്. തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ. ആ തൊട്ടിലിന്റെ പുറത്തുള്ള ഉമ്മയുടെ ചുണ്ടുകളിൽ നിന്ന് എത്ര വാക്കുകളാ നിന്റെ ചെവികളിലേക്ക് എത്തിയത്? എത്ര നേരമാ നീ ആ ഉമ്മാന്റെ കണ്ണിലേക്ക് നോക്കിയത്? ആ ഉമ്മാന്റെ പുഞ്ചിരി, ഉമ്മാന്റെ ശബ്ദമായിരുന്നു നിന്റെ സമാധാനത്തിന്റെ ഉറക്കിന്റെ കാരണമെങ്കിൽ ഹസ്ബി റബ്ബി ജല്ലല്ലാ മാഫി കൽബി ഗൈറുല്ലാ എന്ന് പാടിപ്പറഞ്ഞ തൊട്ടിലിന്റെ മറവിൽ എത്രയെത്ര രാത്രികൾ നീ കടന്നുറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ തൊട്ടിലാട്ടിയ കൈകൾ തൊട്ട കാലം മറന്നു ഞാൻ. ഒന്ന് തൊട്ടുനോക്കിയിട്ട് എത്ര ദിവസമായി? ഒന്ന് കൈ പിടിച്ചിട്ടൊന്ന് മാറത്തേക്ക് പിടിച്ച് അര ലീവ്. ഇന്ന് നാം പണിക്കൊന്നില്ലമ്മ, നമുക്കൊന്ന് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോവാം, പൈസ ഒന്നും വേണ്ടല്ലോ, നിങ്ങളെ ഒരു സമാധാനത്തിന് മതി. ഏതെങ്കിലും ലക്ഷറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെക്കിക്ക് നടക്കുന്നൊന്നുമില്ല. ഇപ്പൊ ഞാൻ പറയലുണ്ട്, നന്മണ്ട ഒരു മൗറൂഫ് ഡോക്ടർ ഉണ്ട്,
പണ്ടുകാലത്തേ ഉള്ളതാ, 10-20 കൊല്ലായി. ഞങ്ങളെ പ്രദേശത്തുകാർക്കൊക്കെ മൂപ്പരൊന്ന് കണ്ടാ മതി, സൂക്കേട് മാറി. അതെന്താ ഒരു സമാധാനം. ഇപ്പൊ ഞാൻ പറയാറുണ്ട്, നിങ്ങൾ കൊണ്ടുപോയി കാണിക്കണ്ട, മറൂഫ് ഡോക്ടർ മരുന്ന് എഴുതിയില്ല. ആ ഡോക്ടറുടെ അടുത്ത് ചെന്നിട്ട് അങ്ങനെ പറയും, എനിക്ക് ഇവിടുന്നോ വീടുന്നോ അതൊന്നും കുഴപ്പമില്ലാന്ന്, ഇതങ്ങ് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് 1-2 ചെറിയ പാരസെറ്റാമോൾ തരും. തിരിച്ചു പോരുമ്പോ അമ്മാരെ മുഖമൊക്കെ അങ്ങനെ തിളങ്ങുന്നത് കാണാം. അത് അവരുടെ ഒരു മോഹ പ്രതീക്ഷയാ. അതേ സ്ഥാനത്ത് നമ്മൾ അമ്മാനോട് ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് സൂക്കേടമ്മ? വയസ്സായാ പിന്നെ അങ്ങനെ സൂക്കേടൊക്കെ ഉണ്ടാവൂലേ? നിങ്ങൾക്ക് എന്തിന്റെ കുറവാ വാപ്പ? ഇപ്പൊ വയറുറക്കലൊക്കെ നിങ്ങൾ പ്രായത്രയായില്ലേ? ഇതിന്റെ ഉള്ളിൽ തോക്കോ എഞ്ചിനൊക്കെ അത്രയും പഴകിയതായില്ലേ? അതോടുകൂടി പിന്നെ തിന്നാൻ മടിയായി, പേടിയായി, കുരയ്ക്കാൻ മടിയായി, തുപ്പാൻ മടിയായി. ആ ഭയപ്പെട്ട ഒരു ജീവിതം മാതാപിതാക്കൾ സ്വന്തം വീട്ടിന്റെ അകത്ത് നടത്തുന്നുണ്ടെങ്കിലേ പിന്നെ നിങ്ങൾ പടച്ചോൻ അങ്ങോട്ട് തൃപ്തിപ്പെടുത്താൻ കൊട്ടാരത്തിൽ അങ്ങോട്ട് ജീവിച്ചാലും ശരി, അള്ളാഹ്ക്ക് വേണ്ടട്ടോ, അതിന്റെ 1000 മടങ്ങ് നിങ്ങൾ അനുഭവിക്കാതെ പടച്ചോങ്ങളെ തിരിച്ചു വിളിക്കയില്ല. കുട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ. ഇന്നല്ലേ തിന്നാനൊക്കെ ഭക്ഷണം ഉണ്ടായത്? ഇതൊന്നുമില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. കട്ടൻ ചായക്ക് കപ്പായി മാങ്ങ, നാട്ടുമാങ്ങാന്ന് പറയും, അത് കൂട്ടിക്കുടിച്ചൊരു കാലം. നാട്ടിലുള്ള അതല്ലെങ്കിൽ വീട്ടിന്റെ പറമ്പിലുള്ള പച്ചച്ചോറിന് കൂട്ടാൻ വേണ്ടിയിട്ട് കായന്റെ മുകളിലൂടെ ഊങ്ങി വരുന്ന ഉണ്ണിത്തട്ട മാത്രം കൂട്ടിക്കുഴച്ചു തിന്നൊരു കാലം. വാപ്പാരോട് ചോദിക്കും. നെല്ല് കുത്തുന്നതിന്റെ അവിടും തവിടും കിട്ടി ആ തവിടിൽ മാസങ്ങൾ ജീവിപ്പിച്ചവര്. കല്യാണ വീട്ടിൽ ചെന്നാലും മക്കൾക്കൊരു പിടി കിട്ടണം എന്നുള്ള പൂതിയിൽ എല്ലാ അഭിമാനവും മാറ്റിവെച്ച് മക്കൾക്ക് വാരിക്കൊടുത്ത് അവർക്ക് കിട്ടിയാൽ മാത്രം തിരിച്ചു പോന്നവര്. കുട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ. പക്ഷെ ആ ഉമ്മാക്കൊരു നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പൂതിയൊന്നുമില്ലെങ്കിലും ഒന്ന് നമ്മൾ കൂട്ടിക്കൊണ്ടുപോകാൻ, ഒന്ന് സംരക്ഷിക്കാൻ, അവരെ ഒന്ന് കൂട്ടി നമ്മളെ ഭാഗത്തൊന്ന് ഇരുത്താൻ ഇല്ല, ആളുകൾക്ക് പറ്റുന്നില്ല. ഉമ്മക്ക് ബ്രോസ്റ്റ് പറ്റൂല, ഉമ്മക്ക് മന്തി പറ്റൂല. എന്തേ? ഉമ്മ പ്രായമായി പോയതുകൊണ്ട്. ആ ചിന്തകളാണ് നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് നമ്മൾ എടുത്തു കളയേണ്ടത്. ഇന്ന് ഓരോ പത്രപരസ്യത്തിലും നമ്മൾ അത്ഭുതത്തോടെ കാണുന്ന ഒരു വാക്കുണ്ട്, വൃദ്ധരായ മാതാപിതാക്കളെ നോക്കാൻ ഹോം നേഴ്സിന് ആവശ്യമുണ്ട്, മക്കൾ തക്കതായ പാരിതോഷികം തരും. ചില മഹല്ലുകളിലൊക്കെ ഉള്ള ബാപ്പയുമ്മക്കും 5-6 മക്കളുണ്ടാവും. ചിലപ്പോ നമ്മളോടൊക്കെ ബന്ധപ്പെടും, നിങ്ങളൊന്ന് വരണം. എന്തേ? ഇളയോന്റെ വീട്ടിലെ അമ്മള്, അതിന് ഓല് തമ്മിൽ ഒക്കണില്ല, എന്നും പ്രശ്നമാണ്. എന്നാ മൂത്തോലിട്ട് കൊണ്ടോണൂല്ല, നിങ്ങളൊന്ന് വരണം. അല്ലെ മൂത്ത കാരണവരാ പറയാ, നിങ്ങളൊന്ന് വരണം അൻസാർ ഉസ്താദെ, വീട്ടിൽ നല്ല പ്രശ്നങ്ങളാണ്. ഞാൻ ചോദിക്കും, നിങ്ങൾ ഉമ്മാക്ക് എത്ര മക്കളാ? 5 ആണും 3 പെണ്ണും. ഞാൻ പറയും, പോയി പണി നോക്കിയെന്ന്. 5 ആണും 3 പെണ്ണുങ്ങളും ഉണ്ടായിട്ട് സ്വന്തം വാപ്പന്റെ ഇമ്മന്റെയും ജീവിതത്തിൽ ഒരു തീരുമാനം എടുക്കാനും ഇനി ആര് കൊണ്ടുപോയിട്ടില്ലെങ്കിലും ഞാൻ നോക്കിക്കോളാന്ന് പറയാനും പറ്റുന്നില്ലെങ്കിലേ നിങ്ങൾക്ക് വേണ്ടി ഇടപെട്ട പടച്ചോൻ നമ്മളോട് ചോദ്യം ചെയ്യും. അതുകൊണ്ട് എത്ര സുജായിയായ വാപ്പയാണെങ്കിലും ഇമ്മയാണെങ്കിലും പള്ളി കമ്മിറ്റീന്റെ നടുക്കണ്ണാണെങ്കിലും ശരി, അതാ ഇസ്ലാം. അല്ലാണ്ട് ദീൻ എന്ന് പറഞ്ഞ 5 വക്ത് നിസ്കരിക്കലും നോമ്പ് വെൽക്കലും 10-100 കൊടുക്കലും ഒരു അൽമനാറും വിചിന്തനവും വായിക്കലും മാത്രമല്ല, എങ്ങനെങ്കിലും നുള്ളിപ്പെരുക്കിയിട്ട് എല്ലാരെയും വെറുപ്പിച്ചിട്ട് ഒരു അജ്ജ ഇത് പോരലുമല്ല, ഇതൊന്നും വേണ്ടാന്നുമല്ല. എന്നിട്ട് അവനാന്റെ കുടുംബത്തിലുള്ള നല്ല നിലക്ക് നോക്കാനും സംരക്ഷിക്കാനും പറ്റാത്തവൻ ദുനിയാവിൽ ദീനിന്റെ നടുക്കഷണങ്ങളായിട്ട് ജീവിക്കുന്നു, ഇസ്ലാഹി പ്രവർത്തകനാകുന്നു, മെയിൻ ഭാരവാഹിയാകുന്നു, നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ടവനാകുന്നു. നാട്ടിൽ ആർക്കും നിങ്ങൾ വേണ്ടപ്പെട്ടവനായില്ലെങ്കിലും എൻ്റെ ഉമ്മ നിന്നെ തൊട്ട് മനസമാധാനത്തിലാണ് മരിക്കുന്നതെങ്കിലേ ഒരു പേടിക്കണ്ട. അതെന്റെ പെണ്ണുങ്ങളോടും പറഞ്ഞു നോക്കണം. എൻ്റെ അമ്മനെ നോക്കേണ്ടത് നമ്മളെ മക്കള് നമ്മളെ നോക്കാൻ വേണ്ടിയാ, അല്ലാണ്ട് എൻ്റെ അമ്മനെ ഈ നോക്കണം എന്ന് വിചാരിച്ചിട്ട് എന്നെ കെട്ടിക്കൊണ്ടുവന്ന അല്ല. ഞാൻ എൻ്റെ ഓളോട് പറയുന്നതാ, എൻ്റെ ഭാര്യനോട് ഞാൻ പറയുന്ന വാക്കാത്. എൻ്റെ അമ്മനെയും വാപ്പനെയും നോക്കാൻ അല്ല എന്നെ ഏൽപ്പിച്ച്, എൻ്റെ ഓളെയല്ല, 2ാം സ്ഥാനം ഒക്കെ വരുന്നുള്ളൂ. ഞാൻ ഓളോട് പറയും, എൻ്റെ പെണ്ണിനോട് പറയും, ഞാൻ എന്നോട് എൻ്റെ അമ്മനെയും വാപ്പനെയും നോക്കാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ മക്കള് നമ്മളെ നോക്കണമെങ്കിൽ നമ്മളെ മാതാപിതാക്കളെ നമ്മൾ നോക്കണം. അത് അവർ കാണാൻ വേണ്ടിയാ. അങ്ങനെ ഇന്നെയും കൂടി സഹായിച്ചാ നമ്മളെ മക്കള് നമ്മളെ നോക്കും. അങ്ങനെയാ കുടുംബത്തിൽ മക്കളെ കൂട്ടിക്കൊണ്ടുവരണ്ട്, അങ്ങനെ അവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ. എന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ പത്രത്തിൽ പരസ്യം ചെയ്യാ, ഉമ്മാനെ നോക്കാൻ 15,000. ആൾക്കാർ ഫോൺ വിളിച്ചിട്ട് ചോദിക്കാ, 15,000 ഉലുവക്കോ? ഓൻ പറഞ്ഞു 25 തരാ. ആളില്ല നോക്കാൻ എന്ന് പറയാൻ. ദുഃഖത്തെടുത്ത് മക്കളെ കൊണ്ടെടുക്കുന്ന അതിരി കൊണ്ടെടുക്കൊന്നും വേണ്ട. അങ്ങനാണോ? ചില ചെറുപ്രായത്തിൽ മക്കളെ അവര് നമ്മൾ കൊണ്ടുനടന്ന മാതിരി ഇമ്മനെയും വാപ്പനെയും കൊണ്ടെടുക്കണോ?
എൻ്റെ ഭാര്യയൊക്കെ അങ്ങനെ ഒക്കത്തിങ്ങനെ എടുക്കുമ്പോൾ എന്നോട് അറിയാൻ ഒന്ന് പിടിക്കുന്നു, എൻ്റെ മക്കളോട് മൂത്ത മക്കളോട് അറിയി പിടിക്കുക, ഒരു 10 മിനിറ്റ് പിടിച്ചാൽ മതിയാവും, നമുക്ക് കൈ ഇങ്ങനെ കടയും. അങ്ങനെ കൊണ്ടടക്കാൻ പോലും പറയുന്നില്ല, ഒന്ന് പരിഗണിച്ചാൽ മതി, ഒരു നല്ല വാക്ക് പറഞ്ഞാൽ മതി, ഒന്ന് അടുത്തിരുന്നാൽ മതി. ഒരു പെണ്ണ് അവള് ചിന്തിക്കേണ്ടത് എന്താണെന്നറിയോ? എൻ്റെ പിയാപ്പിളന്റെ കൂടെ ഞാനിപ്പോ 18 കൊല്ലായിട്ടേ ഉള്ളൂ. എൻ്റെ പിയാപ്പിള 28ാമത്തെ വയസ്സിലാ പെണ്ണ് കിട്ടിയത്, എന്നെ കെട്ടിയ 28ാമത്തെ വയസ്സിലാ. ഇപ്പൊ ഞങ്ങൾ ദാമ്പത്യം തുടങ്ങിയിട്ട് 18 കൊല്ലായി. അതിനർത്ഥം 46 വയസ്സായി എനിക്ക്. അപ്പം 18 കൊല്ലം എന്നെ കെട്ടിയിട്ടായിട്ടുള്ളൂ. ഓനെ 28 കൊല്ലം നോക്കി അമ്മയാ ഓന്റെ പുരയുള്ളത്. ഈ 18 കൊല്ലായിട്ടല്ലേ ഉള്ളൂ. എനക്ക് ഓനെ നോക്കാൻ 18 കൊല്ലല്ലേ കിട്ടിയിട്ടുള്ളൂ. അതും ആരോഗ്യമുള്ള നടക്കാൻ പറ്റുന്ന പ്രായത്തിലല്ലേ എനിക്ക് കിട്ടിയേ. അതും എനക്കൊരു അഭിമാനത്തിനല്ലേ ഓനെ കൈ പിടിച്ച്, അതും എനക്കൊരു ഇസ്സത്തിനല്ലേ ഓൻ കൂടുള്ളത്. നടക്കാൻ കഴിവില്ലാത്ത, ഇറങ്ങാൻ പോലും കഴിവില്ലാത്ത, അവന്റെ ശരീരത്തിലുള്ള ഒരു അസ്ഥിക്ക് പോലും കെൽപ്പില്ലാത്ത, അവന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ 28 കൊല്ലം അവനെ നോക്കിയതും തിന്നാൻ കൊടുത്തതും അലക്കി കൊടുത്തതും ഓൻ എന്തേ പറ്റിയ നെഞ്ചിലേക്ക് ചാച്ചു പിടിച്ച് ദ്വാരുന്നതും ഓന്റെ അമ്മയാണെങ്കിൽ 18 ആ 28 കൊല്ലം ഞാൻ അമ്മനെ നോക്കിയാലും എനിക്ക് മതിയാവൂല എന്നാ. അങ്ങനെയാ ചിന്തിക്കണ്ട്. അല്ലാണ്ട് ഞാൻ ഇപ്പൊ നിങ്ങളമ്മ നോക്കാൻ വന്നതാണോ എന്നല്ല ചോദിക്കണ്ട്. നിങ്ങൾ എനിക്ക് കിട്ടാൻ അമ്മ ഒരു കാരണമായിട്ടുണ്ട്. നിങ്ങളമ്മ നോക്കിയത് 28 കൊല്ലാണ്. ആ 28 കൊല്ലം ഞാനും നോക്കാൻ ബാധ്യസ്ഥയാ. ബാക്കി കിട്ടുന്നതൊക്കെ എനിക്ക് അള്ളാന്റെ അടുത്ത് ഗുണവുമാണ്. ഇനി കയറി വരുന്ന പെൺമക്കളന്മാരെങ്ങനെയാ ചിന്തിക്കണ്ട്? സമയത്തിന്റെ പരിമിതി ഉണ്ട്, എന്നാലും കൂടി പറയാം. പല കുടുംബത്തിനും ഇത് ഇല്ലാണ്ടാവാനുള്ള ഒരു പ്രധാന കാരണം ചില ഉമ്മമാരുടെ വാശിയും കൂടി കടന്നു വരാറുണ്ട്. അവനവന്റെ സ്ഥാനവും ബഹുമതിയും മഹത്വവും തിരിച്ചറിയാതെ കുത്തുവാക്കുകൊണ്ടും എല്ലില്ലാത്ത ഈ നാവുകൊണ്ടും ഒരുപാട് മനസ്സുകൾ വേദനിപ്പിച്ച് അതിലാനന്ദം കണ്ട് അവസാനം മക്കളെയും മരിയക്കളെയും ജീവിതം നരകിപ്പിച്ച് കൂട്ടിച്ചൊറാക്കുന്ന വാപ്പാരുമാരുണ്ട്. ഇസ്ലാമിൽ ഉമ്മനോടും വാപ്പനോടും നല്ലോണം നിൽക്കണമെന്ന് മാത്രമല്ലുള്ളു, അതേ പഠിച്ചിട്ടുള്ളൂ എല്ലാവരും. ഉമ്മനെയും വാപ്പനെയും എങ്ങനെ നോക്കണം എന്നുള്ള പ്രസംഗമൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലർ പറയും, ഇന്നത്തെ മക്കള് കേൾക്കേണ്ടതാ അത്, ഇന്നത്തെ മക്കൾ ആ കാണ്ടിനു. ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോഴും ചില ഉമ്മാരെ മനസ്സിലുണ്ടാവും, എന്റെ മക്കളൊക്കെയാണ് ഇത് കേൾക്കേണ്ടതെന്ന്. അതിന്റെ അർത്ഥം ഉമ്മാക്കും വാപ്പാക്കും മാത്രം ഉണ്ട് എന്നല്ല. ഉമ്മാക്കും വാപ്പാക്കും മക്കളോടും കടമുണ്ട്, മരുക്കളോടും കടമുണ്ട്. ഞാൻ പ്രസവിച്ചതുകൊണ്ട് എനിക്ക് വരച്ച വരെ കിട്ടണം, ഞാൻ പറഞ്ഞതിന്റെ അപ്പുറത്തേക്ക് ചാടരുത്, ഞാൻ പറയുന്നതിനനുസരിച്ചേ മുന്നോട്ട് പോകാവൂ എന്ന കാർക്കശ്യം കുടുംബത്തിന്റെ സ്വൈര്യല്ലാണ്ടാക്കും. അവിടെ ഒരു ഉമ്മ ചിന്തിക്കേണ്ടത് എന്താ? ഒരു പുതിയ വീട്ടിലേക്ക് കയറി ചെന്നാൽ ഒരു പെണ്ണിനുണ്ടാകുന്ന മാനസികമായ സംഘർഷം ഏറ്റവും കൂടുതൽ അറിയുന്നതായിരിക്കാം മരങ്ങക്ക. കാരണം നിങ്ങളൊരുത്തന്റെ കൂടെ ഒരു വീട്ടിലേക്ക് കയറി ചെന്നതാ. ആ വീട്ടിലുള്ള അമ്മ നിങ്ങളോട് ചെയ്തതൊന്നും നിങ്ങളെ മരുക്കളായി കയറി വരുന്നതോട് കാണിച്ചാൽ പിന്നെ ആ വീട്ടിലെ അമ്മ നിങ്ങളും തമ്മിൽ എന്ത് വ്യത്യാസമുള്ളത്? പിന്നെ എങ്ങനെ ഞങ്ങൾ മറ്റൊരാളോട് റബ്ബിനോട് പരാതി പറയാ? പഠിച്ചോനെ, ഞാൻ കയറി ചെന്ന എന്റെ പൊരയിലെ വീട്ടിലെ പിയാപ്പന്റെ അമ്മ മഹാബദ്ധായിനു റബ്ബേ എന്ന് പടച്ചോനോട് പറയുമ്പോ അള്ള തിരിച്ചു വയ്ക്കും, ഈ വലിയ മുന്തിയോളായിനും എന്റെ മരുക്കളോട് അങ്ങനെയല്ലേ കാണിച്ചെന്ന് ചോദിച്ച നിങ്ങൾ ആരോട് പരാതി പറയും? നിങ്ങൾ അനുഭവിച്ചതിന് ആരുങ്ങൾക്ക് പ്രതിഫലം തരും? അവിടെ ഒരു ഉമ്മ ചിന്തിക്കേണ്ടത് എന്താ? ഒരു വീട്ടിലേക്ക് കയറി ചെന്നാൽ ഒരു പെണ്ണനുഭവിക്കുന്ന സംഘർഷം ആരെക്കാളും എനിക്കറിയാവുന്നത് കൊണ്ട് നിന്റെ മരുക്കളായി കയറി വരുന്ന പെൺകുട്ടിക്ക് ഒരു സങ്കടവും ഇവിടെ ഉണ്ടാവരുത് എന്ന് ചിന്തിക്കണം. അത് നല്ല ഉമ്മ. ഇങ്ങനെയൊക്കെ നല്ല നിലക്ക് നോക്കിയിട്ടും ആ മരുക്കൾ നിങ്ങളോട് നല്ല നിലക്ക് നിൽക്കുന്നില്ലേ? നിങ്ങൾ തിരിച്ചു കൊടുക്കണ്ട. അല്ലാഹ് അശ്രദ്ധനല്ല. നിങ്ങൾ വേദനിച്ച മനസ്സിന്റെ വേദനയുടെ 1000 മടങ്ങ് നിങ്ങളെ ഓർത്ത് കരയാഞ്ഞിട്ടല്ലാതെ ആ മക്കളെ, ആ മരുക്കളെ പടച്ചോൻ തിരിച്ചുണ്ടാവൂല. അത് അള്ളാന്റെ വാക്കാ, അത് റബ്ബ് തന്ന കൗല. ആ ബോധം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ കുടുംബത്തിൽ മാതാപിതാക്കളെ നമ്മൾ സംരക്ഷിച്ചേ മതിയാവും. അവർക്ക് ആവശ്യമായ പരിഗണനയും അവർക്ക് വേണ്ട ചുറ്റുപാടും നമ്മൾ ഒരുക്കി കൊടുത്തേ മതിയാവും. ആ നിലക്ക് കുടുംബത്തെ ഭംഗിയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റണം. ഇന്നൊരുപാട് കുടുംബങ്ങളിൽ അള്ളാഹു പറഞ്ഞതുപോലെ നാറ എന്ന് ഓർമ്മപ്പെടുത്തിയതുപോലെ ഞാൻ പറയാറുണ്ട്, ഇന്നത്തെ ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞ ഞാനും ഷമീർ മൗലവിയും തമ്മിൽ വർഷങ്ങളെ ബന്ധം. ഞാൻ ആദ്യമായിട്ട് ഗൾഫ് പോയത് ഷമീറിന്റെ കൂടെയാണ് താമസിച്ചത്. ഇന്ന് എനിക്ക് മറക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നു. 30 ദിവസം ഞാൻ അതിന്റെ രസം കൂടി. അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഗൾഫിലേക്ക് ഒരു പിരിവിന് പോയിട്ടുമില്ല.
കാരണം ഒരു മനുഷ്യന് കിട്ടേണ്ട ദുനിയാവിലെ മനസ്സറിഞ്ഞ പ്രാർത്ഥന അങ്ങനെയാ കിട്ടേണ്ടത്. നിവൃത്തിയോടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയല്ല നമുക്ക് വേണ്ടത്. മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്ന പോലെ പ്രാർത്ഥനയാ കിട്ടേണ്ടത്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ ആളെ കാണിക്കാൻ കുറേ ആൾക്കാർ വന്നു, എങ്ങനെയാ അപ്പം പോകാണ്ടിരിക്കുക എന്ന് വിചാരിച്ചിട്ട് എല്ലാവരോടും വന്നു. എല്ലാവരോടും മയ്യത്ത് പുറത്തും വന്നു, കബറും പുറത്തും വന്നു. ആർക്കോ വേണ്ടി കുറേ തസ്ബീഹ് ചൊല്ലി. ഞാൻ കാണലുണ്ട്, കുനിഞ്ഞിരുന്ന് 3 പിടി മണ്ണ് വാരിയിട്ടാ പിന്നെ മനുഷ്യന്മാർക്ക് ബേജാറാ, കൈമല മണ്ണൊന്ന് കേണ്ടീനല്ല റബ്ബേന്ന്. ആ ബേജാറിൽ ഇങ്ങനെ ചെയ്യൂ, അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ്. ദാപണി പഠിച്ചോനെ ചോദ്യം ഒന്ന് അയാൾക്ക് ഉപകാരപ്പെടട്ടെ എന്നുള്ള മനസ്സോലും എല്ലാവരും അല്ലട്ടോ ഉണ്ടായില്ല. അവിടെയാണ് മനസ്സറിഞ്ഞ പ്രാർത്ഥന കിട്ടാൻ നമ്മൾ ശ്രമിക്കേണ്ടി. നമ്മൾ അതിനുവേണ്ടി പണിയെടുക്കേണ്ടി. അത് നമ്മൾ ആ ഒരു മനസ്സോടെ റബ്ബേ എനിക്ക് ആരെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാവണം ദ്വാരക്കാൻ, അങ്ങനത്തെ സ്വാലിഹീങ്ങളുടെ പ്രാർത്ഥനയിൽ ഞാനും ഉണ്ടാവണം എന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ച് നിങ്ങൾ നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും നല്ലതും കാണിച്ചു നോക്കി. നാളെ നമുക്ക് വേണ്ടി പടച്ചവനോട് നമ്മളെ രക്ഷിതാക്കൾ പോലും പറയുന്ന അത്രക്ക് ഭംഗിയില്ല പടച്ചവൻ എൻ്റെ മക്കൾ എന്നെ നോക്കിയത്, അത്രക്ക് മനോഹരമായിട്ടാണ് റബ്ബെ ഞാൻ മക്കളെ നോക്കിയത്. അതുകൊണ്ടാണ് നമുക്ക് കിട്ടേണ്ട പ്രാർത്ഥന ആരുതെങ്കിലും പ്രാർത്ഥനയല്ല, വെറുതെ വന്ന് നിർബന്ധം കൊണ്ട് നിൽക്കുന്ന പോലെ പ്രാർത്ഥന. ഞാനൊരു കഥ പറഞ്ഞുതരാം. ഞാൻ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് ഇതേപോലെ നാട്ടിലൊരാൾ മരിച്ചു. ഇശാ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത്, തൊട്ടടുത്ത മഹലിലാണ് ഇന്ന വ്യക്തി മരിച്ചിട്ടുണ്ട്, നാളെ രാവിലെയാണ് മയ്യത്ത് നിസ്കാരം. അപ്പം ഞാൻ കരുതി രാവിലെ സുബഹിക്ക് പോകാം, ഇന്ന് കണ്ടാൽ മതിയല്ലോ. അവസാനം കിടന്നുറങ്ങി രാവിലെ 4:40 ഞാൻ ആ പള്ളിയിലെത്തി. ആ പള്ളിയിൽ ചെന്ന് നോക്കുമ്പോൾ കാസർഗോഡ് കുമ്പള, മംഗലാപുരത്തിൻ്റെ അടുത്ത് കുമ്പള എന്ന പ്രദേശത്തുള്ള ഒരു മനുഷ്യനുണ്ട് അവിടെ പള്ളിയിൽ. ഞാൻ അയാളോട് ചോദിച്ചു, അത്ഭുതപ്പെട്ട് നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? ഞാൻ പറഞ്ഞു മയ്യത്ത് വേറെ അറിഞ്ഞു വന്നതാ. ഞാൻ ചോദിച്ചു നിങ്ങളെ അത്ര ബന്ധുവാണ് അയാൾ? ഞാൻ കുമ്പളയിൽ വന്നപ്പോൾ നിങ്ങൾ ഇതൊന്നും പറഞ്ഞില്ലല്ലോ. അതിൻ്റെ 2 വർഷം മുൻപ് അവിടെ പ്രസംഗിക്കാൻ പോയിരുന്നു. ഞാൻ സൂചിപ്പിച്ചു വന്നത്, അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു നിങ്ങൾ ഈ മരിച്ച വ്യക്തിയുമായിട്ട് എന്തോ ബന്ധമുണ്ടോ? അതേ പറഞ്ഞു വലിയൊരു ബന്ധമുണ്ട്, പക്ഷെ അത് കുടുംബ ബന്ധമല്ല എന്നും പറഞ്ഞു. ഇപ്പം ജനാസയൊക്കെ കഴിഞ്ഞു. അദ്ദേഹത്തിനോട് ഞാൻ വീണ്ടും ചോദിച്ചു നിങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? അപ്പം മനുഷ്യൻ പറഞ്ഞു ഞാൻ 2022 നമ്മുടെ KNM-ന്റെ കൂടെ ഹജ്ജിന് പുറപ്പെട്ടിരുന്നു. നമുക്കൊക്കെ അറിയാം ഹജ്ജിന്റെ അവസാനത്തെ ജംറയിൽ കല്ലെറിയാൻ സമയമാകുമ്പോഴേക്കും മനുഷ്യരൊക്കെ നടന്ന് ക്ഷീണിച്ച് അങ്ങേ അറ്റെത്തിയിട്ടുണ്ടാവും. അദ്ദേഹം പറഞ്ഞു ഞാൻ ജംറയിൽ കല്ലെറിയാൻ വേണ്ടിയിട്ട് പോകണമെന്ന് വിചാരിച്ചിങ്ങനെ നിന്നു, പക്ഷെ കാല് നിലത്ത് വെക്കാൻ പറ്റുന്നില്ല, കുഴഞ്ഞു വീണു പോവുകയാണ് ഞാൻ. എൻ്റെ പെണ്ണുണ്ട് എൻ്റെ കൂടെ, ഒളിങ്ങനെ സങ്കടപ്പെടുന്നുണ്ട്. അവസാനം എങ്ങനെയോ നെങ്ങിയും നിരങ്ങിയും ജംറൻ്റെ അടുത്തെത്തി. ഒരാളെ ഏൽപ്പിക്കാൻ എൻ്റെ മനസ്സ് സമ്മതിക്കുന്നുമില്ല. അവസാനം ജംറയിലേക്ക് കല്ലെറിയാൻ വേണ്ടി ഇങ്ങനെ കൈ ഓങ്ങിയത് എനിക്ക് ഓർമ്മയുണ്ട്. പിന്നീട് ആരോ എന്നെ താങ്ങിപ്പിടിച്ചു, എൻ്റെ കൈ കൊണ്ട് അയാൾ എറിയിച്ചു. ശേഷം 2 ദിവസം അയാൾ എന്നെ കൊണ്ടുവന്നു, എന്നെ എറിയിച്ചു. എന്നെ ടെന്റ് കൊണ്ട് ചാക്കും, എൻ്റെ ആൾ കൂട്ടിക്കൊണ്ടുവരും. അവിടുന്ന് അങ്ങോട്ട് 14 ദിവസം നാട്ടിക്ക് വിമാനം കയറുന്നത് വരെ ഒരു പൈതലിന് എങ്ങനെ കൊണ്ടുനടക്കുന്നോ അതുപോലെ ആ മനുഷ്യൻ എന്നെ കൊണ്ടുനടന്നു. അവസാനം കരിപ്പൂര് വിമാനത്താവളത്തിൽ ഇറങ്ങി എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ഞങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ആ മനുഷ്യൻ പറഞ്ഞൊരു വാക്ക്, നിങ്ങളപ്പാനെയും ഉമ്മാനെയും നോക്കാൻ, അവർക്ക് ഹിദ്മത്ത് ചെയ്യാൻ പടച്ചോൻ ഈ ഹജ്ജിൽ എനിക്കൊരു അവകാശം തന്നു, ഞാൻ അള്ളാനെ സ്തുതിക്കാണ് കേട്ടോ എന്നും പറഞ്ഞ് എന്നോട് സലാം പറഞ്ഞു പോയൊരു മനുഷ്യനാ. ആ മനുഷ്യൻ മരിച്ചു എന്ന് കേട്ടാ പിന്നെ ഞാൻ എങ്ങനെയാ വരാണ്ടിരിക്കുക? ഞാൻ 9:30 വിവരം അറിഞ്ഞ് 11:15 ട്രെയിനിൽ ഞാൻ കയറി നിന്നതാ കോഴിക്കോട് വരെ, ഞാനും എൻ്റെ പെണ്ണുങ്ങളും. 3:30 മണിക്ക് കോഴിക്കോട് എത്തി. ഓട്ടോറിക്ഷ വിളിച്ച് ഞാൻ നന്മണ്ടത്തെ പള്ളിയിലെത്തിയത് 4:15 മണിക്കാ. ആ മനുഷ്യനെ മനസ്സ് എനിക്ക് പറിച്ചു മാറ്റാൻ പറ്റുന്നില്ല. മനുഷ്യരെ നമുക്ക് കിട്ടേണ്ട പ്രാർത്ഥന അങ്ങനത്തതാ. അല്ലാണ്ട് നാട്ടുകാരൊക്കെ വെറുപ്പിച്ചും കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടും അവസാനം മരിച്ചു എന്ന് കേൾക്കുമ്പോൾ ചിലർ ചോദിക്കും മയ്യത്ത് നിസ്കരിക്കാൻ പോകണ്ടേ? പോണം. ലീവാക്കണോ? ലീവാക്കണം. ഇനി അപ്പോൾ പോകാണ്ടിരിക്കുക എന്ന് വിചാരിച്ച് വരുന്നവരല്ല വേണ്ടത്. നമ്മൾ ചെയ്ത കുടുംബത്തിലെ നമ്മളെ നല്ല കാര്യങ്ങൾ ഓർത്തിട്ടും നമ്മൾ ചിലർക്ക് കൊടുത്ത സ്നേഹം കൊണ്ടും അവർ നമ്മളെ ഓർക്കണം. ആ ഖബറിങ്ങി നന്നാക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കാനുള്ളൊരു ഓർമ്മ നമ്മളെ സ്വഭാവം കൊണ്ട് നമ്മൾ ഉണ്ടാക്കണം. ആ ബന്ധങ്ങളിൽ ഏറ്റവും മനോഹരമായ ഒരു ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധവും. ഇന്ന് ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ അഭിനയങ്ങളും വഞ്ചനയും ചതിയുമായി മാറിക്കൊണ്ടിരിക്കുക.
ഓരോ ദിവസത്തിലെ പത്രവാർത്തകളും മീഡിയകളും നമ്മളെ കാണിച്ചിരുന്ന് ഭർത്താവിനെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യ, ഭാര്യയെ കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭർത്താക്കന്മാര്, ഈ വാർത്തകൾ തന്നെ ഇന്ന് കേൾക്കുന്നുള്ളൂ. 10ാം ക്ലാസ് കൂടെ പഠിച്ചത് അവസാനം ഗെറ്റ് ടുഗദറിന് നമ്പർ കിട്ടി, ഹായും കൂയും അയച്ചിട്ട് പിന്നെ 4 മക്കളെ വേണ്ടെന്ന് വെച്ച് അവള് പോയി, അവക്ക് വേണ്ടിയിട്ട് അവൻ ഭാര്യനെ വിഷം കൊടുത്തു കൊന്നു. എത്ര മലിനമായി ഇന്നത്തെ കുടുംബരംഗത്ത്, ദാമ്പത്യരംഗത്തുള്ള ജീർണത എന്ന് ചിന്തിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറം. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഓർമ്മപ്പെടുത്തി, ഈ പുരുഷന്മാരിൽ ഏറ്റവും നല്ലവനാരാ? ഇപ്പൊ ഞാൻ പറയലുണ്ട്, ഞാനൊരു നല്ല പ്രാസംഗികനാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. ഞാനൊരു നല്ല മനുഷ്യനാണോ, നല്ലൊരു ഭർത്താവാണോ എന്ന് എൻ്റെ അയൽവാസിക്കും അതിനേക്കാളേറെ എൻ്റെ ഭാര്യക്കും മാത്രമേ അത് പറയാൻ പറ്റൂ. ഇന്നൊരു പക്ഷേ നമ്മളെ കൂട്ടത്തിൽ ചില ആണുങ്ങൾക്ക് നാട്ടിലൊക്കെ നല്ല വിലയാണ്. അളിയാക്കായി കൊണ്ടുനടക്കാൻ, കാർണോരായിട്ട് കൊണ്ടുനടക്കാൻ, മൂത്താപ്പയായിട്ട് കൊണ്ടുനടക്കാൻ, അമ്മോച്ചങ്കാക്കയായിട്ട് കൊണ്ടുനടക്കാൻ, മധ്യസ്ഥത്തിന്, എന്തെങ്കിലും പരാതി പരിഹാരത്തിന്, എല്ലാ രംഗത്തും നല്ല കാഴ്ചപ്പാടും നിലയും വിലയും ഉണ്ട്. പക്ഷെ കെട്ടിയോളെയും മക്കളെയും എടുത്തൊരു 5 നയാ പൈസന്റെ വില ഉണ്ടാവില്ല. അവളിടക്കിടക്ക് പറയും, നിങ്ങളപ്പം എനിക്കല്ലേ നല്ലോണം അറിയൂ, നാട്ടുകാർക്ക് അറിയൂലല്ലോ. ഒരാണിന്റെ നിലയും വിലയും അവൻ മഹർ കൊടുത്ത് കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിന്റെ മനസ്സിലാ എന്റെ സൗന്ദര്യം. ഒരാണിന്റെ സൗന്ദര്യം അവൻ്റെ ഓള മനസ്സിലാ. അവനെ കാണാതാകുമ്പം അവൾ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ, അവൻ അടുത്തില്ലാതെ അവൾ ഉറക്കം വരുന്നില്ലെങ്കിൽ, പടച്ചോനെ നിന്റെ പിയ്യാപ്പിളനെ മരിപ്പിക്കുന്നതിന്റെ മുൻപ് ഇന്ന മരിപ്പിച്ചോ, എനിക്കിന്റെ കാക്കല്ലാണ്ട് ജീവിക്കാൻ പറ്റൂല റബ്ബേ എന്ന് എനക്ക് വേണ്ടി എൻ്റെ ഓള് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ആണ എൻ്റെ മീശക്കാ പടച്ചോൻ ആണെന്ന വർഗത്തിന്റെ വില തന്ന്. ഖിയാറുക്കും അഹ്സനുക്കും ലിന്നിസായിക്കും, നിങ്ങളിൽ ഏറ്റവും നല്ലവർ കെട്ടിക്കൊണ്ടുവന്ന പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവരാ. മനസ്സറിയാൻ, അവളുടെ ഇഷ്ടങ്ങൾ അറിയാൻ, സ്വപ്നങ്ങൾ അറിയാൻ, അതിനേക്കാളേറെ ബഹുമാനത്തോടു കൂടി ആ പെണ്ണിനെ മനസ്സിലാക്കാൻ ഒരാണിനെന്നു പറ്റുന്നോ അതാ അവൻ്റെ ഏറ്റവും വലിയ സമ്പാദ്യവും അവൻ്റെ ഏറ്റവും വലിയ ഡിഗ്രിയും. നമ്മൾ അള്ളാന്റെ നബിയെ പറ്റി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമനെ പറ്റി കുറ്റം പറയലില്ലേ? നബി തങ്ങൾ 12 കല്യാണം കഴിച്ചു എന്നൊക്കെ ശത്രുക്കൾ ആരോപിക്കും. മുസ്ലിമുകളിൽപ്പെട്ട ചിലരൊക്കെ ചില സമയത്തൊക്കെ ഇങ്ങനെ നമ്മൾ കല്യാണപ്പുരയൊന്നും അല്ലാത്ത ചില ഫംഗ്ഷനൊക്കെ സംസാരിക്കുമ്പോൾ ചില മുസ്ലിങ്ങൾ തന്നെ നമ്മളോടൊക്കെ പറയും, എല്ലാം നമുക്ക് അംഗീകരിക്കായിരുന്നു, പിന്നെ എന്താ പ്രശ്നം? അല്ല, മുഹമ്മദ് നബി ആ 11-12 കെട്ടിന്നുള്ളത് അതില്ലായിനെങ്കിൽ നബി ഓക്കെ ആയിരുന്നു. ഈ 12 വിവാഹം കഴിച്ച നബി തങ്ങളെ പറ്റിയിട്ട് 12-ൽ ഒരാളെങ്കിലും കുറ്റം പറഞ്ഞോ? 12 പേരും പറഞ്ഞതെന്താ? നബി തങ്ങളെ ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ നിങ്ങളെ മണവാട്ടിയാവണം. നമ്മളോടോ അടുത്ത ജന്മത്തിലും ഇപ്പൊ നിങ്ങൾ തന്നെ എനിക്ക് വേണ്ടിയെന്ന് എത്ര പയ്യാപ്പിളാരോട് 36 സ്വർഗത്തിൽ, അതല്ലെങ്കിൽ അടുത്ത ജന്മത്തിലും, അഥവാ അങ്ങനെ ഒരു ജന്മം ഉണ്ടെങ്കിൽ തന്നെ. ഞാനൊരു കഥ പറയാനുണ്ട്, ഞാൻ അവസാനിപ്പിക്കട്ടോ. എന്നോട് 4:20 വരെ നീട്ടാൻ പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകണം, നാളെ സ്കൂളുള്ളത് കൊണ്ടും അതിൻ്റെ ഇടയ്ക്ക് വേറൊരു കല്യാണത്തിൽ കൂടി പങ്കെടുക്കാണ്ട് നാട്ടിൽ. അതുകൊണ്ടാണ് ഇപ്പം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയായിട്ടൊരു സംഭാഷണം ഉണ്ട് മരിക്കുന്നതിൻ്റെ കുറച്ച് ദിവസം മുൻപ്. നിങ്ങൾ കേട്ടതാ. അലീൻ്റെ തോള് കൈയിട്ടിട്ട് ഫാത്തിമ ചോദിക്കും, അലിയെ, ഞാനെങ്ങാനും പെട്ടെന്ന് മരിച്ചു പോയാ നിങ്ങൾ വേറെ കല്യാണം കഴിക്കും? ചിലപ്പോൾ നിങ്ങളും ചോദിക്കലുണ്ടാവും കേട്ടോ, ഞാൻ ഇല്ലാണ്ടായ ഞങ്ങൾ വേറെ കെട്ടുമോന്ന്. പിയാപ്ലരെ എന്നൊക്കെ പറയെങ്കിലും ഒരു 5-6 മാസം ആണുങ്ങൾക്ക് അങ്ങനെ പിടിച്ചിക്കാനും പറ്റൂല ഭൂരിപക്ഷത്തിനും. ഏതായാലും പോട്ടെ. അപ്പോൾ ഫാത്തിമന്റെ മുഖത്ത് നോക്കിയിട്ട് അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ കരയും, കണ്ണു നിറയും. അപ്പൊ ഫാത്തിമ പറയും, അലിയെ കരയാനല്ല, ഞാൻ മരിച്ചാലും നിങ്ങൾ കല്യാണം കഴിക്കണം. നിങ്ങൾ ആരെയാ കെട്ടേണ്ടിയെന്നറിയോ? എൻ്റെ മൂത്ത ഏട്ടത്തി സൈനബയുടെ മകൾ ഉമാമയെ നിങ്ങൾ കല്യാണം കഴിക്കണം. റസൂലിന്റെ ആദ്യ മോള് സൈനബ, രണ്ടാമത്തെ റുഖിയ, മൂന്നാമത്തെ ഉമ്മു കുൽസു, നാലാമത്തെ ഫാത്തിമ ബീവി. ഇതിൽ ഫാത്തിമ ബീവി ഭർത്താവിനോട് പറയാണ്, എൻ്റെ സ്വന്തം ഏട്ടത്തി സൈനബയുടെ മകൾ ഉമാമയെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണം കഴിക്കണം. നിങ്ങളൊന്ന് മനസ്സിലാലോചിച്ച് നോക്കിട്ടോ, നിങ്ങളെ പെണ്ണുങ്ങളെ മൂത്ത ഏട്ടത്തിന്റെ മോളെ നിങ്ങളെ കെട്ടാൻ പറയുന്നത്. അപ്പൊ അലി ഇങ്ങനെ സങ്കടപ്പെട്ട് ചോദിക്കും, എന്ത് വർത്താനാ ഫാത്തിമ? അപ്പൊ ഫാത്തിമ ഇങ്ങനെ കരഞ്ഞോണ്ട് പറയും, അലി, അള്ളാഹിന്റെ തീരുമാനം എപ്പോഴും വരാം, പക്ഷെ അലി, നിങ്ങളെ ഞാൻ വേറൊരു കുടുംബത്തിന് വിട്ടുകൊടുക്കൂല അലി.
അലി, നിങ്ങളോളം മനോഹരമായതൊന്നും എനിക്ക് പടച്ചോൻ തന്നിട്ടില്ല, അതിനേക്കാൾ വലുത്. അതുകൊണ്ട് അലി, ഞാൻ അഥവാ പെട്ടെന്ന് പോയാലും നിങ്ങൾ എൻ്റെ കുടുംബത്തിൽ തന്നെ ഉണ്ടാവണം. എൻ്റെ ഉമാമക്ക് നിങ്ങളെ കിട്ടിയ എനിക്ക് ഉറപ്പാ അലി, നിങ്ങളൊരു നല്ല ഭർത്താവാ, നല്ലൊരു ആണങ്ങൾ. അതുകൊണ്ട് അലി, വേറെ എവിടെയും പോയി കെട്ടരുത് കേട്ടോ, എൻ്റെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾ കല്യാണം കഴിക്കാവൂ. അലി റളിയല്ലാഹു അൻഹു കരയും, ഫാത്തിമയും കരയും. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഫാത്തിമ ബീവി പിന്നീട് പെട്ടെന്ന് മരണപ്പെടുന്നത്. പിന്നീട് മാസങ്ങൾക്ക് ശേഷം അലി കല്യാണം കഴിക്കുന്നത് ഇതേ ഉമാമനെ തന്നെയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് കല്യാണം കഴിക്കുന്നത്. ഇനി നിങ്ങളൊന്നും നിങ്ങളെ മനസ്സുകൊണ്ട് ആലോചിച്ച് നോക്കി, പെണ്ണുങ്ങൾ മടിയിൽ നിന്ന് പോയി തലവെച്ച് കിടക്കുക. ഓൾ നമ്മളോട് ചോദിക്കുക, അല്ലേ ഞാൻ മരിച്ചാൽ നിങ്ങൾ വേറെ കെട്ടുമോ എന്നൊക്കെ പറയണ്ട. അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും തൊട്ടടുത്ത സമയത്തോളം എന്താക്കി പറയും, നിങ്ങൾ കെട്ടിക്കോളി, നിങ്ങൾക്ക് അങ്ങനെ ജീവിക്കാൻ പറ്റൂല എന്നൊക്കെ എനിക്കറിയാം ആണുങ്ങളായതുകൊണ്ട്. പക്ഷെ എൻ്റെ കുടുംബത്തിൽ നിന്ന് ഇനി കെട്ടണ്ട കേട്ടോ, നിങ്ങൾ ഏടേച്ചാ പോയി കെട്ടിക്കോളി, ഞാനോ പെട്ട് ഇനി എൻ്റെ കുടുംബത്തിൽ പെടണ്ട. ഇനി അഥവാ കെട്ടുക എന്നൊക്കെ ഓക്കൊരു സമ്മതം കൊടുത്താൽ ഓളെ മുഖത്ത് നോക്കിയിട്ട് മരിക്കാന്ന് കിടക്കുന്ന സമയത്ത് സങ്കടങ്ങൾ എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ കെട്ടണട്ടോ എന്നൊക്കെ പറഞ്ഞാലും ചില ആണുങ്ങളെ മനസ്സിലെന്തായിരിക്കും, ഇനിയും ഇപ്പം എൻ്റെ കുടുംബത്തുനിന്നോ, സുബ്ഹാനല്ലാഹ്, എന്നെ തന്നെ എങ്ങനെയോ ഞാൻ കൊണ്ടുവരുന്നതാ. ഒരു മനുഷ്യൻ്റെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഓൻ്റെ വീട്ടില, നാട്ടിലല്ല, പള്ളിയിലല്ല, സമൂഹത്തിലല്ല. ഓൻ്റെ ഇൻഡിവിജ്വൽ പേഴ്സണാലിറ്റി ഓൻ്റെ കുടുംബത്തിലാണ്. ഓൻ്റെ വീടറിയണം ഓൻ്റെ സ്നേഹം, ഓൻ്റെ മക്കളറിയണം ഓൻ്റെ സ്നേഹം, ഓൻ്റെ പെണ്ണറിയണം ഓൻ്റെ പ്രണയം. ഇന്നോ പ്രണയിക്കുന്നുണ്ട്, പൊരയിൽ അറിയൂല എന്ന് മാത്രം. ഖിയാറുക്കും അഹ്സനുക്കും ലിനിസാഇക്കും, ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കിട്ടിയ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നത്. ഇതേപോലെ തന്നെയാണ് ഉമ്മാരോടും. ആരാ സ്ത്രീകളിൽ ഏറ്റവും നല്ലോള്? ചില പെണ്ണുങ്ങൾക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, ഓല് ഉടുത്ത വസ്ത്രം കൊണ്ടും ധരിച്ച ആഭരണം കൊണ്ടും പിന്നെ പ്രത്യേകിച്ച് ഇപ്പോ പുട്ടിയിട്ട മുഖവും ചോപ്പിച്ച ചുണ്ടും. ഇത് കണ്ടിട്ടാ ഒരുത്തൻ നിങ്ങളെ കല്യാണപ്പുരയൊന്ന് നോക്കുന്നതെങ്കിലും ഓൻ പൊട്ടനായതുകൊണ്ടാ, പെരുംപൊട്ടൻ. കാരണം പെണ്ണിന്റെ മൊഞ്ചോള മനസ്സാ, അതോളെ ഭർത്താവിന് അവകാശപ്പെട്ടതാ. ഈ സമയത്ത് ഭർത്താക്കന്മാര് മരിച്ച ഭാര്യമാർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന ഒരു ഒറ്റപ്പെടലുണ്ട്, അവര് വിതുമ്പുന്ന ഒരു വിതുമ്പലുണ്ട്, അവരുടെ ഒരു നിസ്സഹായ അവസ്ഥയുണ്ട്. മരിച്ച ഭർത്താവിന്റെ കുപ്പായം കണ്ട് നേങ്ങലടിച്ച് കരയുകയും ആ കുപ്പായത്തിന്റെ ഉള്ളിലൂടെ മാറത്തേക്ക് ചേർത്ത് പിടിച്ച് ഇപ്പോഴും സമാധാനിക്കുന്ന ഭാര്യമാരുണ്ട്. ഉമ്മാരെങ്ങക്ക് 4 ആളെ മുൻപിൽ എഴുന്നേറ്റ് നിൽക്കാൻ ധൈര്യം കിട്ടിയത് എപ്പോഴാണെന്നറിയോ? ഒരാണുങ്ങളെ കൈ പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്നപ്പോഴാണ്. നിങ്ങൾ ധരിച്ച വസ്ത്രത്തിന്റെ പിന്നിൽ പോലും ഒരാണിന്റെ വിയർപ്പുണ്ട്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പിന്നിൽ പോലും ഒരാണിന്റെ ഹൃദയം തുറന്ന കുടുംബസ്നേഹത്തിന്റെ സന്തോഷമുണ്ട്. ആ കൂടെ കിടക്കുന്ന ആണിന്റെ മനസ്സറിയാനും ഉള്ളത് മതിക്ക നമ്മക്കുള്ളതിനനുസരിച്ച് അങ്ങ് അടിച്ചു പൊളിച്ചു പോവാന്ന് ചിന്തിക്കാനും കേൾക്കാൻ കൊതിക്കുന്ന ഒരാണിന്റെ കൽബ് ഓന്റെ മനസ്സറിയാൻ പറ്റിയിട്ടില്ലേ? പിന്നെന്ത് മൊഞ്ച്! പിന്നെ ഈ വെളുപ്പിച്ചവും ചോപ്പിച്ചവും കണ്ടിട്ട് ആരാ നോക്കിയിട്ട് എന്താ അങ്ങക്ക് കാര്യം? നാളങ്ങൾ മരിച്ചു കിടക്കുമ്പം മയ്യത്തിന്റെ മുർദാവിൽ ഒരു ഉമ്മ തന്ന് ആ പിയ്യാപ്പിള പടച്ചവനോട് പറയാ, കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലതായിരുന്നു റബ്ബേ, എൻ്റെ ഓളങ്ങി സ്വർഗത്തിലാക്കി തരണട്ടോ എന്നൊരാണ് മനസ്സ് തുറന്ന് കണ്ണ് നിറഞ്ഞ് പറഞ്ഞ അത് മതി ഇമ്മാരെ ഇങ്ങക്ക് അള്ളാന്റെ സ്വർഗത്ത് കയറാൻ. 8 വാതിലും തുറന്നിച്ച് പടച്ചവങ്ങളെ കാത്തുക്കും. ഒരാണുങ്ങൾക്കും അള്ള കൊടുക്കാത്തൊരു നിയമത്താണത്. ഭർത്താവിന്റെ തൃപ്തിയും സ്നേഹവും പങ്കുപറ്റി അള്ളാന്റെ അടുത്തേക്ക് തിരിച്ചു ചെല്ലുന്ന ഒരു പെണ്ണിന് റബ്ബ് കൊടുക്കുന്ന ഇസ്സത്താണ്. ഒക്കെ നാട്ടിൽ വിലണ്ടായിക്കൊള്ളണമെന്നില്ല, പക്ഷേ ഭർത്താവിലും കുടുംബത്തിലും പൂർണ്ണ വിശ്വാസതയുള്ളവളായിരിക്കും. ആ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ പണിയെടുത്തവളായിരിക്കും. ആ കുടുംബത്തെ മറ്റൊരാൾക്ക് മുൻപിലും അപമാനിക്കാതെ ജീവിക്കാൻ പഠിപ്പിച്ച ഉമ്മയായിരിക്കും. അത് വാങ്ങാൻ ആ പടച്ചോൻ നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞയച്ച്, അല്ലാണ്ട് 5 സെക്കൻഡിന്റെ റീലുണ്ടാക്കി നാട്ടുകാരെ ബോധ്യപ്പെടുത്തി ഞാനും എൻ്റെ പിയ്യാപ്പിളയും ഭയങ്കര ഹാപ്പിയിലാന്ന് നാട്ടുകാരെ കാണിച്ചിട്ട് 100 ഷെയറും 100 ലൈക്കും വാങ്ങാനല്ല. അപ്പൊ അങ്ങനെയാ 10-20 കൊല്ലം ദാമ്പത്യ ജീവിതമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഓനത് നാട്ടുകാരെ അറിയിക്കണം. എങ്ങനെ? വെഡിങ് ആനിവേഴ്സറിന്റെ അന്ന് രാവിലെ തന്നെ കുളിച്ചിട്ട് 2 ആളും കൂടി ഒരു ഫോട്ടോ അങ്ങോട്ട് എടുക്കും. എന്നിട്ട് ഇങ്ങനെ ഫോൺ വെച്ചിട്ട് കാണാ സ്നേഹത്തിന്റെ കരളായ ഈ അടുപ്പത്തിന്റെ കുരളായ 15 വർഷത്തെ തേങ്ങലിന്റെ കാരുണ്യത്തിന്റെ ഈ അടുപ്പം. 2 ആളും കൂടി ഇങ്ങനെ വിളിച്ചോണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് സ്റ്റാറ്റസ് വെച്ചിട്ട് കാത്തുക്കുക. 100 ആള് കണ്ട് 1000 ആള് ഷെയറും ചെയ്ത് സ്വർഗത്തിലേക്ക് ടിക്കറ്റും കിട്ടി ഓൻ നോക്കും. സത്യത്തിൽ 2 ആളും ഒന്ന് ഒട്ടി നിന്ന് അന്ന് രാവിലെ അയക്കും. അതുവരെ കീരിയും പാമ്പ് അയക്കും. നാട്ടുകാരെ കാണിക്കാൻ ജീവിക്കരുത്. നമ്മക്ക് പടച്ചോന്റെ അടുത്തേക്ക് പോകുമ്പോൾ ദുനിയാവിലും സന്തോഷത്തിൽ ജീവിച്ചു,
ആഖിറത്തിലും റബ്ബെ സന്തോഷം തരണം എന്ന് ചിന്തിക്കുന്ന ജീവിതാവണം. ആ ജീവിതത്തിന് ഒരു പെണ്ണിന്റെ ഭാഗത്ത് നിന്ന് ആണിന് കിട്ടേണ്ടത് സമാധാനമാണ്. അത് കൊടുക്കാൻ അമ്മമാര് തയ്യാറാവണം. കാരണം ഒരു കുടുംബം പോറ്റാൻ ആണ് അനുഭവിക്കുന്ന വേദനകൾക്ക് പരിധിയില്ല. ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ റോഡിന്റെ സൈഡിൽ ഓരോരുത്തരെയും മക്കളെ കാണിച്ചു കൊടുക്കും. എൻ്റെ ഭാര്യ മക്കളുണ്ട് എൻ്റെ കൂടെ. ഓരോരുത്തരെയും കാണിച്ചു കൊടുക്കും. ഒരു കവറും പിടിച്ചിട്ട് റംബുട്ടാന്റെ കൂട്ടി വെച്ചതിൻ്റെ അടുത്തുനിന്ന് കവറും പിടിച്ചിട്ട് ഇങ്ങനെ വാഹനത്തിന്റെ നേരെ ഇങ്ങനെ കൈ വീശിയ ഓൻ അറിഞ്ഞൂടാത്ത ഡാൻസ് കളിക്കുക. ഓൻ എന്തിന് 150 ഉറുപ്പ്യക്ക് വിറ്റുപോയാലേ ഓന്റെ മക്കൾക്ക് കഞ്ഞി കിട്ടൂ, ഓൻ ഓക്ക് ഭക്ഷണം കിട്ടൂ. പകലന്തിയോളം റോഡ് വക്കിലിരുന്ന് 500 രൂപക്കോ അതല്ലെങ്കിൽ ഏതെങ്കിലും വേണ്ടാത്ത സാധനങ്ങൾ പെറുക്കിയെടുത്ത് വിറ്റും 70 രൂപന്റെ ഓറഞ്ച് വിറ്റും ഗുഡ്സിൽ താങ്ങി നിന്ന് കാലിൽ നീര് വന്ന് ഓനൊരു സങ്കടം സഹിക്കുന്നുണ്ടെങ്കിൽ പുലർച്ചെ 3:30 മണിക്ക് എഴുന്നേറ്റിട്ട് അടുപ്പിന്റെ അടുത്ത് പോയിട്ട് ഓൻ ഒരു കച്ചവടത്തിലെ ഭണ്ഡാരിയാവുന്നുണ്ടെങ്കിൽ ഓന്റെ കാലിലെ വെരിക്കോസിന്റെ ഓരോ രക്തത്തുള്ളിക്കും നിങ്ങളെ സന്തോഷമുണ്ട്, നിങ്ങളെ പോറ്റാനുള്ള ത്യാഗമുണ്ട്. അങ്ങനെ നയിച്ചുണ്ടാക്കി കൊണ്ടുവരുന്ന ഒരാണിന് കുറച്ച് കറുത്തപ്പുളയ്ക്കും സ്റ്റൈല് കുറവും ഓന് റൊമാൻസിന്റെ കുറവും അതല്ലെങ്കിൽ ഓന് അപ്ഡേറ്റഡ് അല്ല എന്ന കാരണവും പറഞ്ഞ് ഏതോ ഭാഗത്തിരുന്ന് ഒരു ഹായും കൂയിട്ട് ചൂണ്ടക്കൊളുത്തുമായിട്ട് കാത്തു നിൽക്കുന്ന കള്ളന്മാരെ കൂടെ പോകുന്ന നാണം കെട്ട പെൺവർഗമാകാൻ പാടില്ല. അതേത് കൂടെ പഠിച്ചോൻ എന്ത് മോഹന വാഗ്ദാനം തന്നാലും ശരി, നീ തരുന്ന 10,000-ങ്ങളെക്കാൾ വൈകുന്നേരം വീട്ടിൽ വന്ന് മേലും കൈയും വേദനയായിട്ടും ഒരു കപ്പ് വെള്ളം ശരീരത്തിലൊഴിച്ച് മക്കളെ വാരിപ്പിടിച്ച് ഉരുളയാക്കി തിന്നുന്ന റേഷൻ ചോറിന്റെ ഒരു പിടിയിലുണ്ട് ബർക്കത്ത്. ആ ബർക്കത്ത് അമ്മാരി നിങ്ങൾ ആഗ്രഹിക്കേണ്ടി. ഞാൻ ആക്ഷേപിക്കല്ലോ, പിടുത്തം വിട്ട കോലാപ്പോ. എല്ലാവർക്കും റീൽസ് ജീവിതാപ്പോ, റീൽസ് ലൈഫാ എല്ലാ കാര്യത്തിനും. അതുകൊണ്ട് വാശി പിടിച്ചും ദേഷ്യം പിടിച്ചും ഭർത്താക്കന്മാരെ ബുദ്ധിമുട്ടിച്ചപ്പോ പല ആളുകളും കടക്കണിയിലെത്താൻ തുടങ്ങി. ഒന്നും കൂടി ഞാൻ പറയാ, കുറ്റം പറയല്ല. വിവാഹത്തിന്റെ പേരിൽ 3 ദിവസം കല്യാണം, മഞ്ഞ ചോപ്പ് വെള്ള. വെള്ളം ഓനുണ്ട്, കുടുംബത്തിനും ഉണ്ട്, മഞ്ഞയും ചോപ്പും ഇല്ല. നിബന്ധന വെച്ചു, മക്കൾക്കും വേണം എനിക്കും വേണം. ഓം കടം വാങ്ങി 4 ആഴ്ച കഴിഞ്ഞ് തിരിച്ചു വെച്ചപ്പോ കൊടുക്കാനില്ല. അതിന്റെ ഇടയ്ക്ക് ഇളയമന്റെ കല്യാണം വന്നു, അവിടെ കറുപ്പും മഞ്ഞയ്യ. അതിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളായി. പറഞ്ഞതിന്റെ പേരിൽ ഓന്റെ ദാരിദ്ര്യം, ഓന്റെ സങ്കടം, മുതലുണ്ടാക്കാനുള്ള സങ്കടവും വെപ്രാളവും പറഞ്ഞപ്പോ ഓക്ക് തോന്നി നിന്റെ പിയാപ്പിള കണക്ക് അറിയുന്നോനാ. എന്നാൽ വേറൊരുത്തനോട് ആവശ്യങ്ങൾ പറഞ്ഞു, ഓൻ ആവശ്യങ്ങൾ വേഗം പൂർത്തീകരിച്ചു കൊടുത്തു. കാരണം ഓൻ നിങ്ങളെ നോക്കേണ്ട ബാധ്യതയല്ല. ശരീരോ ചുംബനോ കിട്ടിയാൽ അത് കിട്ടിയെന്ന് പറഞ്ഞ് എഴുതിയ ചോനോന്റെ പടിയും തട്ടി പോകാം. പക്ഷെ ഓൻ പോവില്ല പിയാപ്പിള. ഓൻ പോയാ പള്ളി കമ്മിറ്റി ഇടപെടും, ഓന്റെ മനസ്സ് വേദനിക്കും, ഓൻ അള്ളാനോട് കണക്കറിയേണ്ടി വരും. അതുകൊണ്ട് തന്നെ അവന്റെ ഒരു പിടി ഉരുളയിലാണ് ലോകത്തുള്ള മറ്റുള്ളവരുടെ എല്ലാം കൊട്ടാരങ്ങളെക്കാൾ സന്തോഷം എന്ന് തിരിച്ചറിയുന്ന പെണ്ണാവണം. ഓളാ സൗന്ദര്യമുള്ളോള്, അവളാ മൊഞ്ചുള്ളോള്. ആ മൊഞ്ചറിയണം ആണുങ്ങളും. അല്ലാണ്ട് കുറച്ച് വെളുപ്പിച്ചും ചോപ്പിക്കുമ്പോഴേക്കും ദീനുള്ള ഏറ്റിങ്ങളെ മാറ്റി നിർത്തിയിട്ട് കൂട്ടിക്കൊണ്ടുവരാനും നിൽക്കരുത്. ഇതൊക്കെയാ കുടുംബം എന്ന് പറഞ്ഞ. അല്ലാണ്ട് കുടുംബം എന്ന് പറഞ്ഞാൽ തിന്നുക, കുടിക്കുക, കിടന്നുറങ്ങുക, എണീക്കുക, കുറച്ച് ആർഭാടം കാണിക്കുക, കുറച്ച് ബർത്ത്ഡേ ആഘോഷിക്കുക, കുറച്ച് കേക്ക് മുറിക്കുക, സ്റ്റാറ്റസ് വെക്കുക, മോളെ വയസ്സറിയിച്ച് നാട്ടുകാരറിയിക്കുക, അതിൻ്റെ ഒരു കേക്ക് മുറിക്കുക, ഓളെ 7 മാസത്ത് കൂട്ടിക്കൊണ്ടുവന്ന് കേക്ക് അറിയിക്കുക, വാപ്പൻ്റെ 50ാമത്തെ വെഡിങ് ആനിവേഴ്സറി വാപ്പനെയും ഇമ്മനെയും വേഷം കെട്ടിച്ച് തുള്ളിച്ചിട്ട് റീൽസ് ഉണ്ടാക്കുക. ഇതല്ല മനുഷ്യരെ ജീവിതം. അള്ളാന്റെ മണ്ണിലേക്ക് ഇങ്ങനെ അടുത്തോണ്ടിരിക്കുക. നമ്മളെ ജീവിതത്തിൽ സെപ്റ്റംബർ അതല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ജൂലൈ 12 ഇന്നവിടെ കഴിഞ്ഞു എന്നല്ല പറയേണ്ടി. നമ്മളെ ആയുസ്സിലെ കുറെ മണിക്കൂർ അങ്ങ് തീർന്നു എന്നാ. തീർന്നതല്ല, നമ്മളറിയാതെ നമ്മളെ ജീവിതത്തിൽ നിന്ന് പോയതാ. ആ വേദന നമുക്ക് ഉണ്ടാവേണ്ടി. കഴിഞ്ഞു പോകുന്ന നിമിഷങ്ങളെപ്പറ്റി, വരാനിരിക്കുന്ന നിമിഷങ്ങൾ എത്ര ഭംഗിയാക്കാം നമ്മൾ ചിന്തിക്കേണ്ടി. അള്ളാഹ്ക്ക് വേണ്ടി അങ്ങനെ ചിന്തിക്കുന്ന നല്ല കുടുംബമായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഓരോരുത്തർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞുമറിയാതെയും ഒരുപാട് പാപങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട് റബ്ബേ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാഥാ. പല ദാമ്പത്യ ജീവിതങ്ങളിലും മനസ്സ് വേദനിച്ച് ജീവിക്കുന്നവരുണ്ട്. കുടുംബത്തിൽ ആരുടെയൊക്കെ സ്വഭാവത്തിനാണ് റബ്ബെ മാറ്റമുണ്ടാകേണ്ടത്. ആ മാറ്റം കൊടുത്ത് പരസ്പരം സ്നേഹത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ എല്ലാവർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഉ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ.
അള്ളാഹുവെ പ്രാർത്ഥിക്കണമെന്ന് വസയ്യത്ത് ചോദിച്ചവരുണ്ട്. രോഗം കൊണ്ട് അങ്ങേയറ്റം കഷ്ടപ്പെടുന്നവർ, ചെറുതും വലുതുമായ അസുഖങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അള്ളാഹുവെ എല്ലാവരുടെ അസുഖങ്ങളും ശിഫ നൽകി ആഫിയത്തോടെ ഇസ്സത്തോടെ ജീവിക്കാൻ നീ തൗഫീക്ക് നൽകണമേ. നാദാ, നിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു മുഅ്മിനായി ജീവിച്ചു മരിക്കാൻ, ഒരു മുസ്ലിമായി ജീവിച്ചു മരിക്കാൻ, നീ ഇഷ്ടപ്പെടുന്ന ഒരു നല്ല കുടുംബമായി നിൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണമേ. നിങ്ങളെ പ്രാർത്ഥനയിൽ നിങ്ങൾ ഇന്നെയും ഉൾപ്പെടുത്തണം കേട്ടോ. ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്, അതോടൊപ്പം ആരോഗ്യത്തിനും ഇതുപോലെ ദഅവത്ത് നടത്താനും നിങ്ങളെ ദുആൽ ഇന്നെയും കൂടി ഒന്ന് കൂടെ കൂട്ടണം എന്നൊരു വസിയത്ത് നിങ്ങളോട് സൂചിപ്പിച്ചും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.